ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം ക്ലാസ് എടുക്കണമെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇന്നൊരു ഓപ്പൺ ഡിസ്കഷൻസ് ആണ്. ജീവിതത്തിൽ പലപ്പോഴും പല രീതികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും, കേൾക്കാനുണ്ടാവും, ഷെയർ ചെയ്യാനുണ്ടാവും പരസ്പരം. ഒക്കെ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, പഠിച്ചത് എന്താണെന്ന് മറ്റുള്ള റിഫ്ലക്ട് ചെയ്യും വേണം. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലുകൾ ക്ലാസ് വളരെ കിടലായിട്ട് ഇങ്ങനെ ഡിസ്കഷൻ, അതെന്താ പറയാ, ഓരോരാളൊക്കെ എഴുതുന്ന പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് ആലോചിച്ചു പോകും. ആദ്യം ആദ്യം ഹാപ്പിനെസ് മാസ്റ്ററി വരുമ്പോ വായിലേക്ക് ഒന്ന് കുത്തി നോക്കണം, ഒന്ന് വായി തുറക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എഴുതുന്ന ഒരു വാട്സപ്പിൽ എഴുതുന്ന കമന്റുകൾ ഒരു 5 ലൈൻ, എന്താ പറയാ, ഒരു 5 പാരഗ്രാഫ് ഒക്കെ എഴുതി അയക്കുന്നുണ്ട്. അത്രയും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും, ഹസ്ബൻഡ് എന്താ പറയാ, ദോശ ഉണ്ടാക്കി ചട്നി അരക്കുന്ന സമയം കൊണ്ട് ദേഷ്യപ്പെട്ടു പോയി, പക്ഷെ എനിക്കത് കുഴപ്പമുണ്ടായില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഭവം വളരെ സിമ്പിൾ ആയി തോന്നാമെങ്കിലും ദ സെൻസിറ്റീവ് ഓഫ് പോയിന്റ്, ക്ഷേത്രത്തിൽ പോകുന്നതും അപ്പൊ ആ സമയത്ത് നമുക്ക് സംഭവിക്കുന്നതൊക്കെ അതിനെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവരവർ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് എടുത്തു പറയേണ്ട ഒന്ന്, നമ്മുടെ ഈ ഹാപ്പിനെസ് ഇതിലെ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്സിലെ ആക്ടിവിറ്റീസും, അതുപോലെ മിറാക്കിൾ മോർണിംഗിലെ ആക്ടിവിറ്റീസും, അതുപോലെ തന്നെ നമ്മുടെ കീ ടു സക്സസും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ഇതിപ്പോ ആൾക്കാർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാണ്. ഏറെ സന്തോഷമാണ്. കാരണം നമ്മൾ ആ ആക്റ്റീവ്നെസ് അവിടെ കൊണ്ടുവരുമ്പോൾ, അതുപോലെ തന്നെ മെഡിറ്റേഷനുള്ള ആൾക്കാർ നല്ല രസമാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചിരിയുടെ ദിവസമായിരുന്നു. മെഡിറ്റേഷൻ ചെയ്തു, അവസാനം ചിരിയിലേക്കാണ് അവസാനിക്കുന്നത്. ഏറെ സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു അന്തമായ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകണ്ട, എന്നിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് സ്പേസ് തരാം. കാരണം ഓപ്പൺ ആയിട്ട് പറയേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ കുറെ മാറ്റങ്ങളുടെ ആൾക്കാരൊക്കെ പോവുകയും ചെയ്തു, പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. സോ ഇത് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. ജീവിതം ഒരു യാത്രയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ പ്രവൃത്തിയൊക്കെ ഒരു യാത്രയാണ്. കുറെ ആൾ വരും, പിന്നെ അവർ എക്സ്പീരിയൻസ് എടുക്കും, അവർ പോവും. അടുത്ത ആൾ വരും, അവർ എക്സ്പീരിയൻസ് എടുക്കും, അവരും പോവും. ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും. ആദ്യമേ ഉള്ള കുറെ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതിനൊന്നും നമ്മൾ യാതൊരു കണ്ടീഷൻ വെക്കുന്നില്ല, ആരോടും ഒരു കണ്ടീഷൻ വെക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെന്ന് ഒറ്റ കണ്ടീഷൻ മാത്രമേ എടുക്കൂ, മാത്രമേ എനിക്കുള്ളൂ. അത് സന്തോഷത്തോടു കൂടി നിങ്ങളിൽ എന്ത് ലോട്ടറി അടിച്ചു എന്നോ അല്ലെങ്കിൽ മറ്റേതായി നോക്കുക, നമ്മുടെ ജീവിതം മാറിയെന്നോ എങ്ങനെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ നിരന്തരം ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഏകമായ അഭിപ്രായ ഇത് എന്താ പറയാ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറഞ്ഞ് ബിസിനസിനെ പറ്റിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം ബിസിനസിനെ പറ്റി വലിയ മൾട്ടി ബിഗ് തിങ്സ് ബിസിനസിനെ പറ്റി പഠിപ്പിക്കാനല്ല തൽക്കാലം അവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ ആൾക്കാർക്ക് ബിസിനസിനെ പറ്റിയിട്ട്, ബിസിനസ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം പല ആൾക്കാരും എന്നോട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട്, അവരുടെയൊക്കെ വിഷയങ്ങൾ കേട്ടുകൊണ്ടാണ് എനിക്ക് തോന്നി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ബിസിനസിനെ പറ്റി എന്താണ് സംഭവം എന്ന് പോലും അറിയാതെ ഇങ്ങനെ ചെയ്ത് നഷ്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബേസിക്സ് ഓഫ് ബിസിനസ് പഠിപ്പിക്കണം, ചെറിയ തത്വങ്ങൾ മനസ്സിലാക്കിക്കണം എന്നുണ്ട് അവിടെ ആ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഞായറാഴ്ച അതിന്റെ ഒരു വെബിനാർ കൂടി ഉണ്ട്, ബിസിനസിന്റെ ബേസിക് കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ, എന്തുണ്ടാവുന്നത്. അപ്പൊ അത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. വെറും 199 രൂപ മാത്രമേ ഫീസ് മേടിക്കുന്നു. ആ ഫീസ് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കല്ല, അതിന് കൃത്യമായി മനസ്സിലാക്കണം, അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെല്ലാ ആഴ്ചയും ഞാൻ ചെയ്യണം എന്ന് കരുതി. കാരണം ബിസിനസിനെ പറ്റി പറയണില്ല, ഞാൻ ഒരു സ്വയം തൊഴിൽ. ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്റെ ക്ലാസ്സിൽ വന്നപ്പോൾ മുമ്പേ ഉള്ളതിനേക്കാൾ കുറെ മാറ്റം വന്നു നിങ്ങൾക്ക്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗം ഉണ്ടാക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഇത് സാധ്യതകൾ നമ്മുടെ ഭാഗത്തുണ്ട്. അതൊക്കെ അവിടെ പറഞ്ഞു തരും. ഞാനത് ഓപ്പൺ ആക്കി തരുന്നില്ല, സാധ്യതകളൊക്കെ നിങ്ങളിലേക്ക് ഓപ്പൺ ആക്കി തരും. ആ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെറിയ പരിപാടികൾ നമുക്കൊരു വരുമാനമുണ്ട്. വരുമാനം ഉണ്ടാക്കുന്നതിന്റെ അർത്ഥം അവിടെ ഏറ്റവും വലിയ നമ്മുടെ ആ വലിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മുടെ മനസ്സിനെ മോശമാക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ എൻഗേജ്മെന്റിൽ പോകും. സ്റ്റിച്ചിങ് ചെയ്യാം, അങ്ങനെ പല അതൊക്കെ ഞാൻ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ക്ലാസ്സിൽ. ഇതാണ് ബിസിനസ് മാസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. പിന്നെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നോക്കൂ, ഹാപ്പിനെസ് മാസ്റ്ററി ഞാൻ ഏകദേശം ഇപ്പോ യൂട്യൂബ് ചാനൽ dinesh.com, ശരിക്കും നമ്മുടെ കോൺസെപ്റ്റ് ഹാപ്പിനെസ് മാസ്റ്ററിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാം. പക്ഷെ യൂട്യൂബിന് ചാനലിന്റെ പേരൊക്കെ ദിനേശ് മുങ്ങത്ത് എന്നാണ്. അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്തുതരാം. ഇവിടെ വരുന്നവർക്കും ഇതുവരെ വന്നു പോയവർക്കും ഇനി വരാനിരിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു അസന്നിഗ്ധമായി പറയാനിരിക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ദിനേശ് മുങ്ങത്ത് അല്ലെങ്കിൽ ഹാപ്പിനെസ് മാസ്റ്ററിക്ക് നമുക്ക് 3-4 അഡ്മിന്മാരുണ്ട് നമ്മുടെ കൂടെ. ബാക്കിയെല്ലാം സോൾ ഇൻ വൺ, ഞാൻ ഒറ്റ ഒരാളേ ഉള്ളൂ. ഇവിടെ നമ്മൾക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളുമായിട്ടും ഒരു ബന്ധവുമില്ല, ഒരാൾക്ക് നമ്മളുമായിട്ടും ഒരു ബന്ധവുമില്ല.
നമ്മൾ ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയി ചെയ്തു പോകുന്ന ഒരു കാര്യം മാത്രമാണ്. ഇവിടെ ഈ ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഇവിടെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനമായിട്ടോ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ യാതൊരു തരത്തിൽ ബന്ധവും. ആ ബന്ധം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ അവരെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ എന്ന രീതിയിൽ, മെന്റർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ബിസിനസിന്റെ മെന്റർ എന്ന രീതിയിൽ അവർ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പക്ഷെ പബ്ലിക്കലി നിങ്ങൾക്കുമായിട്ട് ഇതിന് യാതൊരു കണക്ടിവിറ്റി ഇല്ല. അങ്ങനെ ഒരു കമ്പനിയുമായിട്ടോ ഒരു വ്യക്തിയുമായിട്ടോ ഇല്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ അഡ്മിന്മാരുടെ 2 പേരുടെ നമ്പർ, 2 അഡ്മിന്മാരാണ് ഇപ്പൊ നിലവിൽ നമുക്കുള്ളത്. പുസ്തകം കാര്യമായി ബന്ധപ്പെട്ട് ഒരു അഡ്മിനും മറ്റെല്ലാ കാര്യത്തിലും ഒരു അഡ്മിനും മാത്രമേ നമുക്കുള്ളൂ. യുഎയിലാണെങ്കിൽ വേറൊരു അഡ്മിൻ കൂടിയുണ്ട്. അഡ്മിനിൽ യുഎയിൽ നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളും കൂടിയുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത്. ഇതാണ് ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയും. എനിക്കിതിനകത്ത് മറക്കാനും പിടിക്കാനും ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവും ആരുമായിട്ടും നമുക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു തെറ്റിദ്ധാരണപരമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി റിമൂവ് ചെയ്യണം. അങ്ങനെ ഒരു കണക്ഷൻസും എവിടെയും സാധ്യമല്ല, നിലവില്ല. ഇനിയിപ്പോ മറ്റൊരു കാര്യം പറയാം. നമ്മൾ ട്രസ്റ്റ്, അതായത് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് നമ്മൾ ഈ മാസം രൂപീകരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത്. അതിന് ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള എല്ലാം എഴുതി തയ്യാറാക്കിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രസ്റ്റ് ആണ്. അത് നമ്മൾ കോഴിക്കോട് പ്രോഗ്രാമിൽ ഔദ്യോഗികമായിട്ട് അതിന്റെ ലോഗവും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും. ആ ട്രസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ചെയ്ത് ക്ലാസ്സിൽ വന്ന് കിട്ടുന്ന വലിയ 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 ഗുണങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ട്രസ്റ്റിലേക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാം. അതിന് ട്രസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ ഹാപ്പിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക. അത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, കോഴ്സ് ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, മറ്റ് എന്താ പറയാ യോഗ ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രകൃതി ചികിത്സ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള, അതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. ട്രസ്റ്റിന്റെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. മെന്റലി ഫിസിക്കലി ആൾക്കാരുടെ ഉന്നമനമാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ട്രസ്റ്റാണ് രൂപീകരിക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് മെമ്പർമാരുണ്ടാവും. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവും ട്രസ്റ്റിനകത്ത്. അതൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് പിന്നെ അറിയാവുന്ന ആരൊക്കെയാന്നുള്ളത് സെലക്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അവരൊന്നും പേഴ്സണലി ഒന്നും ഇതിനകത്ത് ഇൻവോൾവ്, എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സുതാര്യമായിട്ടും പോകുന്നു. അതിന് സെക്രട്ടറി ഉണ്ടാവും. മറ്റു കാര്യങ്ങളൊക്കെ ആ ട്രസ്റ്റ് രൂപത്തിൽ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടന ഇതായിരിക്കും. പക്ഷെ അതല്ലാതെ മറ്റു ഒരാൾക്കാർക്ക് വേണമെങ്കിൽ അതിന് സംഭാവന ചെയ്യാം. അതിന് നിങ്ങൾക്ക് റെസിപ്റ്റ് വാങ്ങിക്കാം. ഇൻകം ടാക്സുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഒഫീഷ്യൽ പ്രൂഫ് വാങ്ങിച്ച് നിങ്ങൾക്ക് അതിനകത്ത് സംഭാവന നൽകാവുന്നതാണ്. അത് ഒറ്റ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഒരു വലിയ സംഭാവനകളുടെ കാര്യമൊന്നുമല്ല, വളരെ ലിമിറ്റഡ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്നിട്ട് എനിക്ക് നൽകുന്നത് കോഴ്സിന്റെ ഫീസ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, കോൺട്രിബ്യൂട്ട് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഐ ആം ടേക്കിംഗ് ഓൺലി ദ കോഴ്സ് ഫീസ് ആൻഡ് ബെനിഫിറ്റ്. മറ്റൊരു തരത്തിലുള്ള സഹായവും സഹകരണവും ആരിൽ നിന്നും വ്യക്തിപരമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ട്രസ്റ്റിലേക്ക് കൊടുക്കാം. അതിന് ഞാൻ തടയുന്നില്ല. ആ ട്രസ്റ്റ് മറ്റുള്ളവർക്ക് സഹായം ലഭിക്കേണ്ട അർഹതപ്പെട്ടവരിലേക്ക് നേരിട്ട് കൊടുക്കും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ദർ ഇസ് നോ പേഴ്സണൽ കണക്ടിവിറ്റി ഓർ ഇൻവോൾവ്മെന്റ് അതർ ദാൻ മീ. ഒരാളും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്ന് അസന്നിഗ്ധമായി അറിയിക്കുകയാണ്. ഇനി നിങ്ങളെ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യേണ്ട ദിവസമാണ്. ഗുഡ് ന്യൂസ് മാത്രം എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ. തിരുത്താനുണ്ടോ? സാറ് ചെയ്യുന്ന ഈ പരിപാടി ഇങ്ങനെയല്ല വേണ്ട, മറ്റൊരു രൂപത്തിൽ. ഐ ആം ആക്സെപ്റ്റബിൾ. അല്ലെങ്കിൽ പറയാണ് സാറിന്റെ പരിപാടിയേ കൊള്ളൂല, ഐ ആം ആക്സെപ്റ്റഡ്. അല്ലെങ്കിൽ പറയാണ് സാർ ഇങ്ങനെയല്ല, എല്ലാ കോഴ്സും ഫ്രീ കൊടുക്കണം, ഐ ആം ആക്സെപ്റ്റഡ്. ഞാൻ പറ്റുമോ എന്നല്ല ഞാൻ ആലോചിക്കാം. കാരണം എനിക്കും ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിന് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ഓപ്പൺ ടു ഡിസ്കഷൻ ആണ് ഇന്നത്തെ ദിവസം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കാൻ വിചാരിച്ചാണ്. നല്ല മന്ത് എൻഡിന്റെ ആ ഒരു പ്രഷറും മന്ത് ബിഗിനിങ്ങും എല്ലാം കൂടിയിട്ടുള്ള നല്ല ചൂടുമാണ് ഈ വെയില്. ഇപ്പൊ എല്ലാം കൂടി നല്ല ടയേർഡാണ്. എന്നിട്ടും ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്നത് നിങ്ങളൊക്കെ മുഖം കാണുമ്പോൾ ചിരി വരുന്നതാണ്. ശരിക്കും എനിക്ക് ചിരിയില്ല, നല്ല ക്ഷീണത്തിലുണ്ട് എന്നുള്ള സത്യമാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് മറ്റൊരു കാര്യം കൊണ്ടിട്ട് കുറച്ച് ദിവസം നല്ല സ്ട്രെസ്സാണ്. ഓഫീസിനകത്ത് നല്ല വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ 3 പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 പുതിയ കോഴ്സുകളെ ഡിസൈൻ ചെയ്യുന്നതിന്റെ അതിങ്ങനെ ആലോചിച്ച് ന്യൂറോ സയന്റിഫിക്കലായിട്ടും അതിന്റെ സയൻസും അതിന്റെ കണക്കുകളും ആലോചിച്ച് ഇങ്ങനെ തല ശരിക്കും ഇങ്ങനെ കുറെ കാലത്തിന് ശേഷം തല ഇങ്ങനെ അകത്തിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. കാരണമല്ലോ, നിങ്ങൾക്ക് തരുന്ന കോഴ്സുകൾ ഇനിയിപ്പോ പഴയ പോലെ ഒന്നും പറ്റൂല. വളരെ ഡീപ്പായി പോയിട്ട് ഓരോന്നും മൈന്യൂട്ടായിട്ട് ഇതാക്കിയെടുക്കണം. പിന്നെ കുട്ടികൾക്കുള്ള ഒരു 1-to-1 അവരെ മെന്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
കുട്ടികളെ ഞാൻ വളരെ ആലോചിച്ചിട്ടാണ് തീരുമാനം എടുത്തത്. കുട്ടികൾ ഇസ് വെരി സെൻസിറ്റീവ് ആണ്. നിങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ 10 മടങ്ങ് അല്ലെ 10 അല്ല 25 മടങ്ങ് എഫേർട്ട് അവിടെ എടുക്കേണ്ടി വരും. പക്ഷെ കുട്ടികളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം, എങ്ങനെയെങ്കിലും ആക്കും. 6-7 കുട്ടികൾ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഭയങ്കര ടഫ് പിടിച്ച പരിപാടിയാണ് കുട്ടികളുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യുക. കാരണം അത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അവർ പോകുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ തലയിൽ കറങ്ങുന്നതിന്റെ അതിൻ്റെതായ വിഷയമുണ്ട്. അപ്പൊ ഏറെ സന്തോഷത്തോടെ നിങ്ങളുടെ ഹാപ്പിനെസ് കേൾക്കാനായിട്ട് ഞാൻ ഓപ്പൺ ആവുകയാണ്. പറയാനുള്ളവർ പറഞ്ഞു. യെസ്, ടൈം ഫോർ യു. നല്ല നമ്പറും താഴെ കാണും, 211. സ്റ്റാർട്ട് നോക്കാം. ശില്പ. സർ, താങ്ക് യു സർ. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ വീണ്ടും 969 ടെക്നിക്ക് വെച്ചിട്ട് ഇന്നലെ രാവിലെ ഒരു ടിക്കറ്റ് അല്ല എടുത്ത് 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തായിരുന്നു. 10 ടിക്കറ്റാ കിട്ടിയത്. എനിക്ക് 5000 രൂപ വെച്ച് 10 ടിക്കറ്റിനും കൂടെ 50,000 രൂപ കിട്ടി. 10 ടിക്കറ്റിനും പൈസ പിന്നെ കിട്ടിയെന്നല്ലേ പറഞ്ഞല്ലേ? 10 ടിക്കറ്റ് എടുത്ത് 10 അത് ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പറുകൾക്ക് എല്ലാത്തിനും കിട്ടും. എല്ലാത്തിനും ഉണ്ടാവും. നമുക്കൊരു ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ 4 ഡിജിറ്റ് നമ്പറിന് 5000 ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ടിക്കറ്റ് എടുത്തോ ആ നമ്പറിൽ അത്രയും ടിക്കറ്റിനും ഉണ്ടാവും. ഒരു സെറ്റാണ്. അതിനകത്ത് 2 കയറി എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 10 എനിക്ക് ഇന്നലെ 50,000 രൂപ കിട്ടി. ഒരു വലിയൊരു കാര്യം നടന്നു. മോൾക്കൊരു ഡയമണ്ടിന്റെ ചെറിയൊരു കമ്മൽ വാങ്ങിക്കാൻ പറ്റി. അത് ഞാൻ 2025 വിഷ് ലിസ്റ്റിലുള്ളതായിരുന്നു എനിക്കത്. അത് ഞാൻ സാധിച്ചു. അത് വാങ്ങിച്ചു മോക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ മാത്രമല്ല സാറേ, എനിക്കിപ്പോ എനിക്ക് പറയാറിയില്ല. ഇങ്ങനെ നമുക്കിങ്ങനെ ചെറുതായിട്ടാണെങ്കിലും ഗിഫ്റ്റുകൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മോളുടെ ഒരു ഷൂ വാങ്ങിക്കണമായിരുന്നു, സ്കൂൾ ഷൂ വാങ്ങിക്കാൻ പോയപ്പം അത്ര എടുത്തു കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു കോയിൻ, ഒരു ലക്കി ടിപ്പ് പോലെ ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞു. ആ ഒരു നമ്പർ എടുത്തു. അതിനകത്ത് 2 ആയിരുന്നു നമ്പർ. അപ്പൊ ആ 2 നമ്പർ വെച്ചിട്ട് അവര് വേറെ എന്തോ അവരുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു ചെറിയ കമ്മൽ മീൻസ് സ്വർണ്ണമല്ല, തൈക്കമ്മല്. അതെനിക്ക് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയ തൈക്കമ്മല്. അപ്പം അതുപോലെ മിനിങ്ങാന്ന് 31 ഇന്നലെ നമ്മുടെ അനുശ്രീ ഒക്കെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ടെക്സ്റ്റൈൽസ് ഇന്നോവേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് ചെറിയൊരു സാരിയും കൂടെ കിട്ടി. ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അത് സെലക്ട് ചെയ്ത് കിട്ടിയതാണ്. അപ്പൊ ഇങ്ങനെ മിറക്കിൾസും എന്താ പറയാ, യൂണിവേഴ്സിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപാട് സന്തോഷത്തിനേക്കാൾ ഉപരി സാറ് തരുന്ന, സ്നേഹത്തോട് തരുന്ന ഓരോരോ ക്ലാസ്സുകളുമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും സാറിനെ ഓർക്കാറുണ്ട്. എന്റെ പ്രാർത്ഥനയിൽ രാവിലെ സാറിന് താങ്ക് യു പറഞ്ഞിട്ടാണ് എന്റെ ദിവസം ആരംഭിക്കുന്നത് തന്നെ. ദൈവത്തിനോടൊപ്പം തന്നെ ഞാൻ കാണുന്നു സർ. ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു ശില്പ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നെക്സ്റ്റ് ആരാ? പറഞ്ഞോ. ഹലോ സാർ, പറയട്ടെ? പറയൂ. ഞാന് എന്റെ മോൾക്ക് ഒരു 26 വയസ്സായിരുന്നു. അപ്പൊ കല്യാണം കുറെ വന്നിട്ടൊന്നും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് വിറക്കുകൾ ചെറുതൊക്കെ സാറിന്റെ ക്ലാസ്സിൽ കൂടി. പിന്നെ എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നല്ലൊരു കല്യാണം വന്നു. അപ്പൊ ഈ മാസം വിരുന്നൊക്കെ നടക്കാൻ പോവാ. അപ്പൊ അത് സാറിന്റെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി എല്ലാം കല്യാണം കഴിഞ്ഞോ? ഇല്ല, എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനിയിപ്പോ വിരുന്നുണ്ട്, പിന്നെ എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പൊ നടക്കാൻ നല്ലൊരു ഞങ്ങളെക്കാളും ഫാമിലിയാണ്. ഇനി ഞാൻ സാറിന്റെ ഡോക്ടർ നൂറിന് സാറിന്റെ അടുത്ത് ഒരു ഹെയർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ വന്ന് എനിക്കത്. പിന്നെ അങ്ങനെ അപ്പൊ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെറുതൊക്കെ ഞാൻ വിചാരിക്കുന്നത് പോലെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചും കൂടി വലുതായിട്ട് ആഗ്രഹിച്ചു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. അടുത്ത ആളുണ്ടോ? പറഞ്ഞോ. ഓപ്പൺ ഡിസ്കഷൻ പറഞ്ഞോളൂ. എന്തായാലും സംസാരിച്ചോളൂ കേട്ടോ. ഹലോ. യെസ്. ഇല്ലേ? ഹലോ സാറേ. ഓക്കെ, സംസാരിക്കാനില്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ശരി. ഹലോ പറഞ്ഞോളൂ. പറയൂ. കേൾക്കുന്നുണ്ടോ? ജഫ്ഷീല പറഞ്ഞോ.
സാറേ ഞാൻ വീടിന്റെ പാലുകാച്ചിലാണ് അടുത്ത മാസം. ഉം. ഞാൻ ഇതില് കൂടെയാണ്. എനിക്ക് ഒന്നിനൊരു ടെൻഷനും ഇല്ല. ഞാൻ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ഭംഗി പോലെ നടക്കുന്നുണ്ട്. എനിക്ക് കാശിനൊരു ബുദ്ധിമില്ല. എന്തായി ഇങ്ങനെ എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ്. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് പോകണം. എല്ലാ കാര്യങ്ങളും അതുപോലെ നടക്കുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാ കാര്യവും നല്ലപോലെ പോകുന്നുണ്ടല്ലോ. അടുത്ത അത് മാസം തന്നെയാണ് നമുക്ക് ആവശ്യം. സന്തോഷാണ്. അത് വളരെ കൃത്യമായ സന്തോഷം. യെസ്, എല്ലാ കാര്യങ്ങളിലും പറ്റും. പുഷ്പ അതെ. പറഞ്ഞത് ഇപ്പോ സാർ എനിക്ക് ഒരു ഭയം എൻ്റെ ഉള്ളിൽ തട്ടി അങ്ങനെ നിൽക്കുന്നു. സാർ എന്ത് ചെയ്തിട്ടും അതെങ്ങനെ എങ്ങനെ പരിശ്രമിച്ചിട്ട് അത് മാഞ്ഞു പോകുന്നില്ല. ആകെ ഇപ്പോൾ ഒരു ആശ്വാസം സാറിന്റെ മുഖമാണ്. അപ്പോൾ സാറിന്റെ വീഡിയോസും താങ്ക് യു. യൂട്യൂബിൽ സാറിന്റെ ചാനൽ കാട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ, ഇത്തരം ഇതൊരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പുഷ്പ പറഞ്ഞത്. ചില കാര്യങ്ങൾ ഭയം കെട്ടി നിൽക്കുന്നു എന്നുള്ളത്. അത് പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് മാറ്റിയെടുക്കുന്ന ഒരു സുപ്രഭാതത്തിൽ സാധ്യമാവുന്ന കാര്യമല്ല. അതിനാണ് ഇത്രയും ദിവസങ്ങൾ നമ്മൾ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി. ഇത് ഒരു ഭയവും അല്ലെങ്കിൽ ഒരു അപകർഷതാബോധവും കുറ്റബോധവും അസൂയയും ഒക്കെ ഇങ്ങനെയുള്ള പ്രതികാരവും ഒക്കെ നമ്മളിൽ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോഴുണ്ടെങ്കിൽ അതിനെ വളരെ സ്ലോലി മറ്റൊരു സാധനം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് വേണം അത് റീപ്ലേസ് ചെയ്യാനായിട്ട്. ഇറ്റ്സ് ഒരു പ്രോസസ്സാണ്. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കില്ല. നടക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിറകിലുണ്ട്. നമ്മൾ മനസ്സിന് പ്രോഗ്രാം ചെയ്തെടുക്കണം. മനസ്സിന് അതിന് പകരം മറ്റൊരു രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. പിന്നെ പല എനർജികൾ ഉപയോഗിക്കണം. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മളിപ്പോൾ പ്രാണ സ്റ്റോൺ പോലുള്ള സ്റ്റോണുകൾ അല്ലെങ്കിൽ എനർജിയുടെ ഇപ്പൊ ഞങ്ങൾ ക്രിസ്റ്റൽസ് വെക്കുന്ന ക്രിസ്റ്റൽസുകള്, നമ്മുടെ വീട്ടിലെ കുറെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യല്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഓരോ ആൾക്കും ഓരോ രീതിയിലേക്ക് ഭയം ഉണ്ടാവുക. അതിനെയൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ഓരോ ആളെയും പ്രത്യേകിച്ച് സംസാരിച്ച് അവർ വിഷയം എന്താ മനസ്സിലാക്കിയിട്ട് അതിനെ അവര് മനസ്സുകൊണ്ട് ബോധത്തിലൂടെ അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. പിന്നെ അതിനപ്പുറത്ത് മാറ്റിയെടുക്കാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയില്ല. അത് അതിനപ്പുറത്തേക്കുള്ള അതി ഭേദമായ ന്യൂറോ സയൻസ് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ കോഗ്നിറ്റീവ് ബിഹേവിയറിന് അപ്പുറത്ത് കിടക്കുന്ന കുറെ, അത്രയും സ്ട്രോങ് ആയി കിടക്കുന്ന കുറെ ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്യൽ വളരെ ഇതാണ്. പക്ഷെ അതൊക്കെ വളരെ റെയർ കേസസ് ആണ്. അത് നമ്മൾ എന്താ പറയാ, ഒരു പ്രത്യേക അസുഖം പോലെ നമ്മൾ എടുക്കേണ്ടി വരും. ബട്ട് ദർ ഇസ് പോസിബിലിറ്റി, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് പറഞ്ഞില്ലേഖ എന്തോ ഒരു നൊമ്പരമുണ്ട്. ആ നൊമ്പരം അത് നമുക്കറിയാതെ നമ്മളെ ഇപ്പൊ അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഇതേ സാധനത്തെ വെച്ചുകൊണ്ടാണ്. നമ്മളിൽ എന്തോ ഒരു ഭയം. നിങ്ങൾ മനസ്സൊരു വിസ്മയം പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ആദ്യം നിങ്ങളുടെ മനസ്സൊരു വിസ്മയം വായിക്കുമ്പോൾ അതിൽ സുജിത്തിന് ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ട്. അത് ലളിതമായിട്ട് അത് അവിടെ പറഞ്ഞെങ്കിൽ നിങ്ങളത് ഇരുന്ന് വായിച്ചാൽ മനസ്സിലാവും എന്താണ് അയാളുടെ വിഷയമെന്ന് അയാൾക്ക് അറിയില്ല. എല്ലാ സൗകര്യവും ഉണ്ട്, പക്ഷെ മരിക്കണം. എന്തിനാ മരിക്കുന്നത്? ജീവിതത്തിൽ ഒരു സന്തോഷമില്ലായ്മ. ഇതാണ് ഒരു നൊമ്പരം എന്ന് പറയുന്നത്. എന്തോ ഒരു കുറവുണ്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും പല സമയത്തും ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥമാകുന്ന സമയം ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്ന ഒരു സമയമുണ്ട് നമുക്ക്. 90% ആൾക്കാരും അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ദിവസം രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. മനുഷ്യരല്ല, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ആ സമയത്ത് അസ്വസ്ഥരായിരിക്കും. ഈ അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെ ആ സമയത്തെ പറഞ്ഞു തരാം ഞാൻ എപ്പോഴാന്നുള്ളത്. അപ്പൊ അതേപോലെ വളരെ കറക്റ്റ് 2 അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ചില നൊമ്പരങ്ങൾ നമ്മളിൽ ഉണ്ടാവും. എന്താണ് എന്റെ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. ദർ ഇസ് സംതിങ് മിസ്സിങ്. ഇത് ഞാൻ പുതിയ കോഴ്സ് അതിനെപ്പറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം, അതിൽ നിന്ന് എങ്ങനെ അതിന് പുറത്തു കടക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട നമ്മുടെ കോഗ്നിറ്റീവ് ബിഹേവിയറിലുള്ള ഒരു വിഷയമാണ്. അത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കും. കോഗ്നിറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മൾ അന്തർലീനമായി കിടക്കുന്ന സ്വഭാവത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ എല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ച് നോക്കുക, നമ്മളധികം വൈകുന്നേരം ഒരു 6 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്ത്, സന്ധ്യാസമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി നിൽക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. 6 മണിക്കും 7 മണിക്കിടയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഐ ആം വെരി മച്ച് ഹാപ്പി എന്നുള്ള എത്ര പേരുടെ ഉണ്ടാവും? ഭയങ്കര ടെൻഷനായിരിക്കും സാർ. ടെൻഷൻ കൂടുതലായിരിക്കും. ആ സമയം നിങ്ങൾക്ക് മാത്രമല്ല, ഭൂമിയിലുള്ള
സർവ ജീവജാലങ്ങളും ടെൻഷന്റെ സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ചെടി എടുത്തു നോക്കിയാലും, ഒരു ഇല എടുത്തു നോക്കിയാലും, ഒരു പൂച്ചയെ പോയി നോക്കിയാലും, ഒരു പട്ടിയെ നോക്കിയാലോ, ഒരു പശുവിനെ നോക്കിയാലോ, എന്തിനു നോക്കിയാലും അത് മ്ലാനതയിലായിരിക്കും ആ സമയത്ത്. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുക? അതുകൊണ്ടാണ് ആ സമയത്ത് സന്ധ്യാനാമം ചെല്ലാൻ വേണ്ടി പറഞ്ഞത്, പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി, വിളക്ക് കത്തിക്കാൻ വേണ്ടി പറഞ്ഞത്. വിളക്കിന്റെ, അതായത് നിലവിളക്ക്, നമ്മൾ നിലവിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി പറയാനുള്ള പ്രധാന കാരണം ആ സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന പ്രകാശം, അത് പ്യൂരിഫൈ ആയ പ്രകാശം നമ്മളെ മാറ്റം ഉണ്ടാക്കും. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ വളരെ ഇങ്ങനെ മ്ലാനതയിൽ നിൽക്കുന്ന സമയത്ത് പോയിട്ട് നിങ്ങൾ വിളക്ക് കത്തിച്ചു നോക്ക്, തിരിയിട്ട് നിങ്ങൾ ശുദ്ധ എണ്ണ വെച്ചിട്ട് വിളക്ക് കത്തിച്ചു നോക്ക്, അല്ലെങ്കിൽ നല്ലൊരു മെഴുകുതിരി കത്തിച്ചു നോക്ക്, നിങ്ങളിൽ മാറ്റം അവിടെ കാണും. അറിയാതെ മുഖം ഇങ്ങനെ വികസിക്കാൻ തുടങ്ങും, കണ്ണുകൾ ഒന്ന് തെളിയാൻ തുടങ്ങും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും. ഇതൊക്കെ പണ്ടേയുള്ള ഇവർ കണ്ടുപിടിച്ച കാര്യമാണ്. ഇത് നമ്മളെ ജീവിതത്തിൽ മ്ലാനത ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ വിളക്ക് കത്തിക്കേണ്ടത്. കാരണം അത് അന്ധകാരം നമ്മളിൽ വന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സൂര്യൻ അസ്തമിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഇരുട്ട് കയറുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ഇരുട്ടിലേക്ക് പോകുന്നു. അപ്പോ ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഞാനത് പറയാനല്ല ഉദ്ദേശിച്ചത്. പറയാൻ വെച്ചത് നിങ്ങളുടെ ആ മാനസികാവസ്ഥയെ പറ്റി പറഞ്ഞോളൂ. ഇനി അടുത്ത ആൾ സംസാരിക്കുന്നു, പെട്ടെന്ന് സംസാരിച്ചു. പറയും മായ നായർ. ഞാൻ വിജയകുമാരിയാണ് സാറ്. വിജയകുമാരി പറഞ്ഞോ. സാറ് ഹോസ്റ്റലിന്റെ ഫുള്ള് പിള്ളേരൊക്കെ ആയി. സന്തോഷമുണ്ട്. സാറെന്ന് പറഞ്ഞ പോലെ IRD സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഫുള്ള് കുട്ടികളൊക്കെ ആയി, ഒരുവിധം വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പോരായ്മകളൊക്കെ വരുമാനത്തിൽ നിന്ന് ഇപ്പൊ ഒരുവിധം നികത്തി. ഇനി അടുത്ത മാസം തുടങ്ങി നമുക്കൊരു ഇൻകം പോലെ ഉണ്ടാവും. അപ്പൊ താങ്ക് യു സാർ, വെരി വെരി താങ്ക്സ്. പിന്നെ ഞാൻ ഈ പോളിസി പിടിക്കാൻ പോകുമ്പോ, കസ്റ്റമറെ കാണാൻ പോകുമ്പോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവിടെ എത്തുന്നവരെ IR5 സിറ്റുവേഷൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചെല്ലുമ്പോൾ എനിക്കത് ക്ലോസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇന്നലെ ചെന്നപ്പോ ഒരു 2 ലക്ഷം ക്ലോസ് ചെയ്യാൻ പറ്റി അങ്ങനെ പറഞ്ഞു തന്നപ്പോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു. താങ്ക് യു സാർ. വെരി ഗുഡ്. അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഞാനിപ്പോ പുതിയ കുട്ടികൾക്കായിട്ട് കോഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്കായി 1-to-1 മെന്റർഷിപ്പ് പ്രോഗ്രാം ബിൽഡ് ചെയ്യുന്നു പറഞ്ഞില്ലേ. അതിൽ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് IR5 സിറ്റുവേഷൻ ആണ്. 5 ആറുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ ചേഞ്ച് ചെയ്യാൻ പോസിറ്റീവ് സൈക്കോളജി വെച്ചിട്ടുള്ള ഒരു ഇതാണ് അവർക്ക്. അത് വളരെ കൃത്യമായിട്ട് അവർ വർക്ക് ചെയ്യും. ഇപ്പൊ നോക്കുക, മോനോട് നേരത്തെ പറഞ്ഞില്ലേ, അവന് നന്നായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ അതിന്റെ ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡീപ്പായിട്ട് കുറേ ഇരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് കംപ്ലീറ്റ് അതിന്റെ പുറകെയാണ്. രാത്രി ഒന്നും ഉറക്കൊന്നുമില്ല. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഫക്റ്റ് ആവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. അടുത്ത ആള്. സാർ, ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. പിന്നെ ഞാന് IR5 സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഭർത്താവ്, അന്ന് ഞാൻ പറഞ്ഞല്ലോ 50 പവൻ തന്നിട്ട് 50 വിറ്റിരുന്നു. ഞാൻ ഇനി സ്വർണം പോലും കണി കാണില്ല വിചാരിച്ചു. IR5 സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ 1 പവൻ എടുത്തു. ഞാൻ 50 പവനും ഞാൻ എടുക്കും എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നടക്കണം. നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നടക്കും. കാരണം നിങ്ങൾ ബിസിനസ് തുടങ്ങിയില്ലേ. അതെ, നടക്കും. വെരി ഗുഡ്. സ്റ്റുഡൻസ് കോച്ചിങ്. ഓക്കെ, ഒരു മിനിറ്റ്. സ്റ്റുഡൻസ് കോച്ചിങ് നമ്മളിപ്പോ ചെയ്യുന്നത് 15 വയസ്സിന് മുകളിലെ കുട്ടികൾക്കാണ്. അതിന് താഴെയുള്ളത് തൽക്കാലം എടുക്കുന്നില്ല. അവർ പിന്നെ ക്ലാസ് കൊടുത്താൽ മതി. 15 തൊട്ട് 15 ആ സമയത്തുള്ള ഏജിന്റെ ഡിഫറൻസ്. പക്ഷെ 15 മുകളിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുള്ളത്. അവർക്ക് കോച്ചിങ് ആണ് കൊടുക്കുന്നത് ശരിക്കും വേണ്ടി. പറഞ്ഞോ. കേൾക്കാൻ പറ്റും? കേൾക്കാം. Can I talk, sir? Yes, you can talk. Maya. കേൾക്കാമോ? Yes, Maya Nayarji. Yes, you can talk now. ഗുഡ് ഈവനിങ് സർ. ഇന്ന് എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. ഒത്തിരി ഉണ്ട്, ഞാൻ എല്ലാം പറയാറില്ല. എന്റെ മൂത്ത ബ്രദറിന്റെ ആധാറും മൊബൈലും കൂടെ ലിങ്ക് ചെയ്യണം. അത് പഴയ ആധാർ ആയതുകൊണ്ട് അത് ലാൻഡ് ലൈൻ ആണ്. ഇപ്പൊ ലാൻഡ് ലൈൻ ഒന്നും ഇല്ല. സോ കുറെ നാളായി ചേട്ടൻ ഓരോ അക്ഷയയിലും കയറി ഇറങ്ങി ഫൈനലി ഞാൻ അത് ക്യാച്ചപ്പ് ചെയ്തു. ഇന്നലെ ഞാൻ പോയി അവിടെ ആധാർ ഓഫീസിൽ പോയി സംസാരിച്ചിട്ടൊക്കെ വന്നു. അവര് പറഞ്ഞ ആളിനെ കൊണ്ടുവരൂ, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ IR5 സിറ്റുവേഷൻ പറഞ്ഞോണ്ടേയിരുന്നു. മാച്ച് ചെയ്യില്ല, ക്ലിയർ ആവില്ല എന്ന് പറഞ്ഞ സാധനം അവര് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, നാളെ ആധാർ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് വോണ്ട് റിജക്റ്റഡ്. അതൊരു വലിയ അനുഭവമായിരുന്നു, വലിയൊരു അനുഭവമായിരുന്നു. 93 years ആണ് ആളിന്. സോ ഐ ടുക്ക് ഹിം ടു ദ ഓഫീസ്.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതുപോലെ ഒരുപാട് അനുഭവം ഒരുപാട് പേർക്ക് ഇപ്പൊ ഇത് പറഞ്ഞു കൊടുത്തിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒന്നിച്ച് പറയാം സാറിനോട്. വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ. അഥർവ താങ്ക് യു സർ, ഓർഗാനിക്സ് താങ്ക് സർ, യു. സ്പിരിച്വലായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ സാധിക്കുമോ? ചക്ര മെഡിറ്റേഷൻ കാരണം പറഞ്ഞോളൂ, ചോദിച്ചോളൂ. സ്പിരിച്വാലിറ്റി ഇസ് എ പാർട്ട് ഓഫ് us ലൈഫ്. നമസ്കാരം. ആ. ഞാൻ ചക്ര മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാർ, എൻ്റെ ഒരു കോഴ്സ് ഫസ്റ്റ്. ഉം. അപ്പം എനിക്ക് ഇന്നപോലെ അതായത് ഇങ്ങനെ നടന്നു വരണ പോലെ തോന്നി ഭഗവാൻ ശിവൻ. അപ്പം ആ ഒരു അന്നപ്പോ ഒന്നും കുറെയൊക്കെ ബാഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കൂടുതലും പിന്നെ ഒരു ധ്യാനം ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും ബോഡി ഇങ്ങനെ വിറയ്ക്കണ പോലൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറെ നാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് തന്നെ ഒരു സാധന പോലെ എനിക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വരികയാണ് സ്വപ്നത്തിലും അതുപോലെ എങ്ങനെ. എന്നിട്ട് ആ ഒരു കഴിഞ്ഞിട്ട് പിന്നെ സാധന തുടങ്ങി ഇപ്പൊ ഈ സാറ് പറഞ്ഞല്ലോ 6 to 7 വരെയൊക്കെയുള്ള ഒരു ടൈം, അതെനിക്ക് ഏറ്റവും ആനന്ദമുള്ള ടൈമാണ്. കാരണം ആ ടൈമിലാണ് കൂടുതൽ ഞാൻ സാധന ചെയ്യണതും സഹസ്രനാമം അങ്ങനെയുള്ളതും ജപിക്കണതും ഒക്കെ. ആ ഒരു സംഭവം എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അത് ചക്രയിലൂടെയാണ് എനിക്ക് തെളിഞ്ഞത്. കാരണം ഞാനത് എന്റെ കുടുംബക്ഷേത്രത്തിലുള്ളത് ശിവനാണ്. പക്ഷെ ഞാനത് വിട്ടിട്ട് മറ്റുള്ളതിലേക്ക് പോയി. പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ ഭഗവാൻ തിരിച്ചു കൊണ്ടുവന്നു. അതിൽ സാധന ചെയ്യാൻ സാധിക്കുന്നു. ഡെയിലി 5 മാലയൊക്കെ ജപിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ സ്വപ്നം വഴിയോ ദേവിയിലൊക്കെ ഭയങ്കരമായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. എനിക്കിനി എന്താ പറയാ, കൂടുതൽ അതിലേക്ക് എത്തണമെന്നുണ്ട്. പക്ഷെ ഗുരുവിനെയൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ വരും എന്നുള്ളൊരു ഇങ്ങനെ ഇതിൽ ഇരിക്കണം. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഭയങ്കര സ്പീഡിലും കാര്യങ്ങളിലൊക്കെ, പക്ഷെ ഇപ്പൊ ഈ കുറച്ചൊക്കെ ആ ഒരു സ്പീഡ് കുറഞ്ഞൊരു ദേഷ്യം വരാത്ത പോലെയോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഒരു ഇതിലേക്ക് പോണ പോലെയൊക്കെ മൈൻഡ് ഇങ്ങനെ കാമായിട്ട് പോണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് ചക്ര മെഡിറ്റേഷനിലാണ് എനിക്കത് കൂടുതലും കിട്ടിയത്. താങ്ക് യു. വെരി ഗുഡ്. അത് നിങ്ങൾ പറഞ്ഞതിന്റെ കുറെ കാര്യങ്ങള് കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്കത് നമുക്കത് ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ശരിക്കും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ആ അനുഭവം അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. മറ്റൊരാൾക്കും അത് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം, നമ്മള് ഒരു പായസം എടുത്തിട്ട് കുടിക്കാന്ന് കരുതിക്കോ. 10 പേര് നമ്മൾ പായസം കുടിക്കുന്നുണ്ട്. 10 പേർക്ക് ഒരേ അനുഭൂതി ആയിരിക്കുമോ പായസം കുടിക്കുമ്പോൾ? ആയിരിക്കില്ല. കോമൺ ആയിട്ടൊരു മധുരം എന്ന അനുഭൂതി ഉണ്ടാവും എന്നല്ലാതെ 10 പേരും 10 രീതിയിലായിരിക്കും അതിനെ ഉൾക്കൊള്ളുന്നത്. അതേപോലെയാണ് സ്പിരിച്വാലിറ്റി. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷെ എല്ലാരും വിചാരിക്കും നമുക്ക് ഇതാണെന്ന്. പക്ഷെ അത് ഭയങ്കര ആനന്ദമാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു ആനന്ദം. എനിക്ക് 34 ആണ് ഏജ്. പക്ഷെ എനിക്ക് ഈ ഏജില് ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് കുഞ്ഞിലെ ഒരു അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഇത് ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിലെന്ന് വെച്ചാൽ ഒരു 17 ഏജ് ഒക്കെ ആയപ്പോഴത്തേനും ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പൈസ തന്നിട്ട് ഒത്തിരി നല്ല ഏജ്ഡായിട്ടുള്ള ഒരാള് ഇങ്ങനെ വടി കുത്തിയിട്ട് പറഞ്ഞ ആള് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്തോ കൊങ്ങിണി എന്തോ ഒരു ആ ഒരു ടൈപ്പിലൊരു ലാംഗ്വേജ് ആണ്. അതെനിക്കും അറിയില്ല ഭാഷ. അപ്പൊ എൻ്റെ 2 രൂപ തന്നിട്ട് ആളെന്നെ എൻ്റെ അടുത്ത് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ അനുഗ്രഹം തന്നിട്ട് ഞങ്ങളുടെ അമ്പലത്തിലോട്ടാണ് പോയത്. അത് ശിവപാർവതി ക്ഷേത്രമാണ്. പക്ഷെ അത് ഇപ്പോഴാണ് ഞാൻ ഇതിലേക്കൊക്കെ വന്നപ്പോഴാണ് അതാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അവിടെ 2 കാര്യങ്ങള്. നമുക്കൊരു പർപ്പസ്, നമ്മളിപ്പോഴും പറയാറുണ്ട്, ഇവിടെ നമുക്കൊരു പർപ്പസ് ഉണ്ട്. നമ്മൾ വെറുതെ ഇവിടെ വന്ന് വെറുതെ ജീവിച്ചു പോകുന്നവരൊന്നുമല്ല. ദർ ഇസ് ഒരു നിയോഗമുണ്ട്. ഒരാള് സ്പിരിച്വാലിറ്റിയിൽ ആയി കണക്ട് ആവുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സംസ്കാര പ്രകാരം, സനാതനധർമ്മ സംസ്കാര പ്രകാരം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള എവല്യൂഷനാണ്. ആ എവല്യൂഷനിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. കുറെ പറയാണ്ട് സ്പിരിച്വാലിറ്റിനെ പറ്റി പറയാന്ന് കഴിഞ്ഞാല് എന്താ പറയാ, സോ ഇറ്റ്സ് നോട്ട് ടേക്ക്. അത് പല രീതിയിലായിരിക്കും ആൾക്കാർ വ്യാഖ്യാനപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദാറ്റ് ഈസ് ദ ഫൈനൽ അനുഭൂതിയുടെ അഗാധ തലങ്ങൾ എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ഐ ഡോണ്ട് വാണ്ട് ടു പബ്ലിക്കലി അത്രയും കൂടുതൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് സ്പിരിച്വാലിറ്റിയിൽ തന്നെ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സമയമാകട്ടെ, വരും. Okay, so you continue that, but I just strongly suggest you to balance ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾ പേര് ഞാൻ മറന്നു, എനിക്കറിയാം, ഓർമ്മയില്ല.
നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതിനെ പറ്റി ഫസ്റ്റ് പഠിക്കണം. കാരണം ഈ പ്രായവും കുടുംബവും സമൂഹവും സ്പിരിച്വാലിറ്റിയും ബാലൻസ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 5 ഫില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറി നമ്മൾ കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. ഈ 5 ഫില്ലേഴ്സ് ഇല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റത് ഇൻബാലൻസ് ആയി പോകും. അത് സോഷ്യലി നമുക്ക് എഫക്റ്റ് ആവും. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബാക്കി 4 ഒഴിവാക്കി പോകരുത്. 4 ബാലൻസ് ചെയ്യണം. എന്നിട്ട് ഉള്ള സ്പിരിച്വാലിറ്റി കൈവെക്കുമ്പോൾ നമ്മൾ നോർമൽ കോമൺ മാനായി മാറും. അല്ലെങ്കിൽ നമ്മൾ അതിനപ്പുറത്തുള്ള മറ്റൊരു സംഭവമായി മാറും. അത് വളരെ ശ്രദ്ധിക്കണം. എനിക്കൊന്ന് സദ്ഗുരു ഒക്കെ ഇത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി മാനേജ് നോക്കണം. നമുക്ക് സമൂഹം ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ സ്പിരിച്വാലിറ്റി ഇസ് നത്തിങ് എൽസ്, ഇറ്റ്സ് ടു ബി കണക്റ്റഡ് ടു സൊസൈറ്റി ആണ്. വെരി ഗുഡ്, താങ്ക് യു. അടുത്ത ആള്. ഞാൻ രതിയാണ്. രതി പറഞ്ഞു. സാർ യെസ് പറഞ്ഞു. അതെ, ഞാൻ ഒരു വർഷമായി ഈ സാറ് നന്ദി, ഒരുപാട് നന്ദി. എൻ്റെ ഒരു വർഷമായി ഞാൻ കറക്റ്റ് നമ്മുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതുവരെയും ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ പോലും ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ 3 മണി 3:30 ഓട്ടോമാറ്റിക് ഉണരും. അവിടെ തൊട്ടിട്ട് എല്ലാവരും ചോദിക്കും ഉറക്കമില്ലാത്ത ആളാന്ന് പറയും. എങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്യും. അതുപോലെ തന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് തന്നെ കിടക്കും. പക്ഷെ വീട്ടില് നമ്മൾ ചെല്ലുമ്പോൾ, ഞാനിപ്പോ ഇത് തുറന്നു പറയുന്നത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറെ ഉണ്ടെങ്കിലും പക്ഷെ ഒന്നും നടക്കാതെ ഇരുന്നിട്ടില്ല. സമയം വേണ്ടതെല്ലാം വേണ്ട സമയം പോലെ അതിന് വേണ്ട ആവശ്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ്, ആള് കള്ള് മദ്യപിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പരമാവധി സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി നിന്നിരുന്നു. പക്ഷെ എനിക്ക് ടെൻഷൻ ഇല്ലാതെ ആള് നമ്മളൊരു നല്ലൊരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, അത് നമ്മളെ താഴ്ത്തിക്ക് ഇടുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ താഴെ വീണില്ല. ഞാൻ നാട് വിട്ടു പോന്നു. ജയ്പൂരിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ വന്നു, ഇവിടെ സ്കൂളിൽ ജോലി, അവിടെ ബിസിനസ്സും എല്ലാതും ഉണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പെട്ടെന്ന് പോന്നു. ആളെ എന്നെ വിളിച്ചു, എല്ലാ കാര്യങ്ങളും ആൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നു എനിക്ക് 10 ദിവസമായുള്ളൂ. പക്ഷെ ഇവിടെ സ്കൂളിൽ ജോലി കിട്ടി. അല്ല, ഒരു ടെൻഷനോ വിഷമോ സന്തോഷക്കുറവോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതായത് വീട്ടുകാരെല്ലാവരും അറിവിൽ തന്നെയാണ് പോന്നിരിക്കുന്നത്. പക്ഷെ സന്തോഷം, നമുക്ക് മാനസിക പ്രയാസം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായില്ല, ആൾക്കും ഉണ്ടായില്ല. കാരണം ആളോട് ഞാൻ തുറന്ന് പറഞ്ഞിട്ടാ പോന്നെ. അപ്പൊ അതുകൊണ്ട് 33 വർഷമായിട്ട് മാറാൻ പറ്റാത്ത ഒരാളെ ഞാൻ മാറി നിൽക്കുമ്പോ എന്താ അവസ്ഥ എന്ന് തിരിച്ചറിയാന്ന് വിചാരിച്ചിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ശരിക്ക് മാറ്റം സംഭവിച്ച ആളും മാറി. ഞാനാണ് ഇവിടെ വന്ന് നല്ല സന്തോഷത്തിൽ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് പിള്ളേരെല്ലാവരും മക്കളെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ പോന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ഭാഷ അത്ര പോരാ. ഞാൻ സാറിന്റെ ക്ലാസ്സിലേക്ക് ഭാഷ പഠിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇന്ന് 499 രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെനിക്ക് എങ്ങനെയായാലും സാറ് ഭാഷ നന്നായി ചെയ്യാൻ കഴിയണം. ക്ലാസ് സ്കൂളിൽ കയറി ജോലിക്ക് കയറി എല്ലാം ചെയ്തു, അതിലൊന്നും ഞാൻ താഴെ പോയില്ല. ആര് എവിടെ എന്ത് വിഷയം വന്നാലും തളരാത്ത സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്ന ആര് എനിക്ക് കൂടെ ഉണ്ടെന്നല്ല, ഈ പ്രപഞ്ചവും ഈ ശക്തിയും ദൈവം എന്നോട് കൂടി ഉണ്ടെങ്കിൽ ഞാൻ രതി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അവള് വളരെ ശ്രദ്ധാപൂർവം, വളരെ ഇങ്ങനെ പറയാതെ കണ്ട് വളരെ വളരെ അവധാനതയോടുകൂടിയ ഈ കാര്യം പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വർഷമേ ആയിട്ടുള്ളൂ ഹാപ്പിനെസ് ഞാൻ ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ട്. 1 വർഷമായിട്ട് അവർ എന്നെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. സൈലന്റ് ആയിട്ട് അവർ മാറ്റം വരുത്തിക്കൊണ്ടേയിരുന്നു അകത്ത്. ഇപ്പോഴൊരു മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പോലും മനസ്സിന് ഒരു വിഷയവുമില്ല, മനസ്സ് സ്വസ്ഥമാണ്. മറ്റതെല്ലാം ഉണ്ട്, പക്ഷെ മനസ്സ് സ്വസ്ഥമാണ്. എന്ത് റിസ്ക് അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനും മനസ്സ് തയ്യാറാണ്. നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള കാര്യം ചെയ്യാനുമുള്ള മനസ്സ് തയ്യാറാണ് എന്ന്. എന്റെ സൗണ്ട് കുറവാണ് ഇല്ലല്ലോ? എന്നുള്ള ഒരു തിരിച്ചറിവ്, എന്നുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ എന്താ പറയാ അതിന്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കുക.
നമ്മൾ യഥാർത്ഥ ചേഞ്ചസ് എന്ന് പറഞ്ഞതാണ്. കാരണം നമ്മുടെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് ഒന്നുകൂടി അവിടെ ക്ലിയർ ആയിട്ട് പറയാം. സമ്പത്ത് ഒരുപാട് ഉണ്ടായില്ലെങ്കിലും കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് എന്ന് പറയും. ഇതാണ് യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് റിയൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് പോലെ. ഞാൻ എപ്പോഴും ഈ പഠിപ്പിക്കുന്നതിൽ എല്ലാത്തിനും അടിസ്ഥാന തത്വമാക്കി നിൽക്കാണ്. മറ്റതെല്ലാം ഉണ്ട്. ഒരാൾ ഭർത്താവ് കള്ളുപിടിക്കുന്നുണ്ട്, ദാറ്റ് ഇസ് റിയാലിറ്റി. ഭർത്താവ് ഇതാണ്, അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെയാണ്, മറ്റത് ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇതൊക്കെ ദാറ്റ്സ് ഓൾ റിയാലിറ്റി. നമുക്ക് അതിനൊന്നും അല്ല. അതൊക്കെ അവിടെ ഉണ്ടാകുമ്പോഴും മഴ പെയ്യുമ്പോഴും കുട എടുക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം, മഴ പെയ്യാതിരിക്കലല്ല. അപ്പൊ അത് രതിക്ക് സംഭവിച്ചു എന്ന് പറയുന്നത് വളരെ കൺഗ്രാജുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ ജീവിത വിജയം. അതിന് എല്ലാവരും ശ്രമിച്ചു നോക്കുക. ഇതുപോലെ ആവാൻ എല്ലാവരും ശ്രമിച്ചു നോക്കുക. ക്ലാസ്സിൽ വന്നിട്ട് അച്ചീവ്മെന്റ്സ് ഒക്കെ പറയുമ്പോൾ ഇതാണ് വലിയ അച്ചീവ്മെന്റ്സ്. കാരണം അതാണ് ഏറ്റവും നന്ദിയായിട്ട് നമ്മളിൽ എത്തേണ്ടത്. വെരി കൺഗ്രാജുലേഷൻ പറയൂ. പിന്നെ ഇംഗ്ലീഷ് മാസ്റ്ററി ക്ലാസിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇവിടെ ഭാഷ ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അറിയും, കേട്ടാൽ മനസ്സിലാവും, തിരിച്ചു പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കമ്മ്യൂണിറ്റി ചെയ്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. തിരിച്ചു പറയാൻ അറിയാനിട്ടല്ല, തിരിച്ചു പറയാൻ പേടിയാന്നേ ഉള്ളൂ. അത് ക്ലിയർ ശരിയാണോ തെറ്റാണോ എന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ എനിക്ക് കുറെ അപ്പൊ അതുകൊണ്ട് എങ്ങനെയോ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, എവിടെയൊക്കെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, എങ്ങനെയൊക്കെയോ വരുന്നുണ്ട്. ഇതൊന്നും ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. സാറേ ഞാൻ പറയട്ടെ, ഇതിന്ന് വിട്ടു പോവില്ല. ശരി, അടുത്ത ആൾ നെക്സ്റ്റ്. ഞാൻ പറയട്ടെ. രാധാ ദിനേശ് പറഞ്ഞോ. ഞാന് നേരത്തെയും മേം പറഞ്ഞത് പറയാൻ വേണ്ടിട്ടൊക്കെ എഴുതി വെച്ചേക്കാണ് വായിക്കാൻ, സാറിനോട് ഇതൊക്കെ പറയാൻ. ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ അവസ്ഥ. ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ആത്മവിശ്വാസം ഒന്നിനൊന്നായിട്ട് കൂടി. പിന്നെ ഒന്നിനും പേടിയില്ല, ആരോട് സംസാരിക്കാനും പേടിയില്ല. ഒരു ബാങ്കിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് എന്ത് ചോദിക്കണം നമുക്ക് അറിയില്ലെങ്കിൽ അവിടെ ആരോടാ പോയി ചോദിക്കേണ്ടത്, എന്തെന്നാ പോയി ചോദിക്കേണ്ടത്, നമ്മുടെ കാര്യം സാധിച്ചെടുക്കേണ്ടത്, അതിനൊന്നും എനിക്ക് ഇപ്പൊ ഒരു അറിവുകേടും ഇല്ല. അതൊക്കെ അറിയാം, അതൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഫുൾ എനർജി പാക്കാണ് എന്ത് കാര്യത്തിനും. അത് കാണുന്നവർ തന്നെ പറയുന്നുണ്ട്, ഇത്രയും എന്തപ്പോ ഇങ്ങനത്തെ ഒരു മാറ്റം മുഖത്ത് നോക്കുമ്പോ ഭയങ്കര പ്രസന്നത, ഇത് എങ്ങനെ ഈ മാറ്റം ഉണ്ടായത്? അപ്പൊ ഞാൻ അവരോട് പറയും, ഐ ആം ഓൾവേസ് ഹാപ്പി, ഐ ആം റെഡി ആൻഡ് ഹാപ്പി. അതാണ് എനിക്ക് അവരോട് പറയാനുള്ള മറുപടി. പിന്നെ IR5 സിറ്റുവേഷൻ പറഞ്ഞിട്ട് എന്റെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാണാണ്ട് പോയ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ എവിടെ ചെന്നാലും നല്ല സഹകരണ മനോഭാവം, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമായിട്ടാ. നമ്മളിപ്പോ ഒരു ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കണമെങ്കിൽ പണ്ടൊക്കെ കേട്ടാ, ഇതിൽ പറഞ്ഞതിന്റെ ഒക്കെ കുറെ മുന്നൊക്കെയാണ് അവിടെ ചെന്ന ഒരു മൂച്ചാട്ട ഓഫീസർമാരെ അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്ത് ചോദിച്ചാലും തറുതലേ പറയൂ, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല, പിന്നെ വായു, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ ചെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം നടത്തി തരാൻ വേണ്ടി അവര് കാത്തിരിക്കണ പോലെയാ നമ്മൾ ചെന്നുണ്ടെങ്കിൽ. അത് നടത്തി തന്നിട്ടാ നമ്മളെ പറഞ്ഞേക്കുള്ളൂ. എനിക്കത് ഭയങ്കരമായിട്ട് എന്തെന്നാ പറയണ്ട, എനിക്ക് അത്ര അറിയില്ല, അത്രയും വലിയ സന്തോഷമുള്ള ഒരു അനുഭവമാണ് എനിക്കതിപ്പോൾ. എവിടെ ചെന്നാലും അങ്ങനത്തെ ഒരു അനുഭവം. ഇപ്പൊ ഇന്നലെ ഞാൻ ഓഡിറ്റിങ്ങിന് പോയിണ്ടായിരുന്നു, AKTയുടെ കൺവീനറാണ്, ഒരു 20 ആളുടെ. അപ്പൊ അവിടെ ചെന്നപ്പോ എന്റെ മുന്നിൽ 3 ആളിക്ക് പലഹാരപ്പണി കഴിഞ്ഞിട്ട് വേണ്ടേ പോവാൻ. അപ്പൊ ഞാൻ അവിടെ എത്തുമ്പോ 4 മണി 5 മണി വരെ എല്ലാം മേഡം അവിടെ ഇരിക്കുള്ളൂ. പക്ഷെ 6 മണി വരെ ഇരുന്നു, എന്റെ കഴിഞ്ഞില്ല. സന്തോഷത്തോടു കൂടി ഞങ്ങൾ 2 ആളും പിരിഞ്ഞു. ഇന്ന് ഞാൻ പോയത് 4:30 കഴിഞ്ഞിട്ട് എത്തുമ്പോ, പക്ഷെ എന്നാ മേഡം മുഴുവൻ കഴിഞ്ഞ് ഞങ്ങൾ 2 ആളും സന്തോഷത്തോടെ പിരിഞ്ഞു പോകും. എന്റെ കയ്യിൽ കുറെ തെറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ 4 മാസത്തെ മിനിറ്റ്സ് ഒരുമിച്ച് എഴുതിയിട്ടാ പോണതേ, അപ്പൊ മറക്കൂലോ എഴുതുമ്പോ. പക്ഷെ എല്ലാം ഇവര് സഹകരിച്ചൊക്കെ ചെയ്തന്ന് പോന്നു. പിന്നെ അതുപോലെ ഇവിടെ ഒരു അനുഭവം ഉണ്ടായി. വീട്ടിലിപ്പോ അവരുടെ ഭർത്താവ് കള്ളുകൂടിയാനാണെങ്കിൽ എനിക്ക് ഭർത്താവില്ല, പക്ഷെ എന്റെ മക്കള് ഭയങ്കര ദേഷ്യക്കാരാ. അപ്പൊ ഞാൻ നോൺ വെജിറ്റേറിയനും, മക്കള് അല്ല ഞാൻ വെജും അവര് നോണും ആണ്. അപ്പൊ എനിക്ക് അതൊക്കെ മീനൊക്കെ വെക്കുമ്പോ എരുമ്പുളിയൊക്കെ നോക്കുമ്പോ ഇത്തിരി വ്യത്യാസം ഉണ്ടാവില്ല, കൂട്ടാനിലൊന്നും എരിവ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വറുത്ത് ആ കാര്യം കഴിക്കും, അങ്ങനെ ചെയ്യും. അപ്പൊ കൂട്ടാനിൽ എരിവില്ല പറഞ്ഞിട്ട് തല്ലൂടി 2 ദിവസം മുന്നേ. കുറെ വഴക്ക് പറഞ്ഞു, എന്നെ ഉറക്കനെ പറഞ്ഞു. ഞാൻ മിണ്ടാതെ നിന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ച ഇത് എന്തപ്പോ ഈ കാണുന്നത് ഈശ്വര, അത്രയും മാത്രം ദേഷ്യം വന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, കുറെ വർഷങ്ങളായിട്ട് ഞാൻ നേടിയെടുത്ത ആ പോസിറ്റിവിറ്റിക്ക് ഒരു കൊട്ട നെഗറ്റീവാ ചെരിഞ്ഞൊരുമിച്ച്. അപ്പൊ എനിക്ക് അന്ന് മുഴുവൻ ഞാൻ പലഹാരം ഉണ്ടാക്കുകയായാലും പണിയെടുക്കുകയാലൊക്കെ ആ ചിന്തയായി മാറി. അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവില്ല, ഞാൻ നല്ലത് മാത്രം അങ്ങനെ ചിന്തിക്കുക, ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുക. സാറിനോടൊക്കെ സംസാരിച്ചും കൊണ്ടാവും ഞാൻ പണിയെടുക്കുന്നുണ്ടാവും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാവും ഞാൻ പണിയെടുക്കുന്നുണ്ടാവും.
പക്ഷെ അന്ന് മുഴുവൻ ഇതായി മാറി. പക്ഷെ അന്നത്തെ രാത്രിത്തെ ക്ലാസ്സിൽ സാറ് പറഞ്ഞു, അങ്ങനെ ഒരു വഴക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നന്ദി പറയാം. കാരണം എന്താ വെച്ചാൽ ആ വഴക്ക് പറഞ്ഞതിനൊരു കാരണം ഉണ്ടാവൂല, അത് നമുക്ക് തിരുത്താൻ പറ്റൂലോ. അത് സാറ് അന്ന് രാത്രിത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. അത് ഞാൻ അവനോട് അന്ന് തന്നെ പറഞ്ഞു. ഞാൻ വൈകുന്നേരം, സൺലെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി സൺലെ, അപ്പൊ നിനക്ക് താങ്ക് യു ട്ടാ, നീ അത് വഴക്ക് പറഞ്ഞു. പക്ഷെ അവന് വിഷമായി അത് പറഞ്ഞേന്. അത് അപ്പൊ അവന് മനസ്സിലായി, ഞാൻ ഇനി പറയില്ല, അമ്മ ഞാൻ എന്തേലും പറഞ്ഞ ഒന്നൊരു മിനിറ്റ് മിണ്ടാതെ നിന്നാ മതി, അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യമേ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷാണ്. ഇപ്പൊ ഇന്നലെയൊക്കെ ബിസിനസ് ക്ലാസ് ഒരു ദിവസം എടുത്തന്നില്ലേ, അപ്പൊ എനിക്ക് അതിന് മനസ്സിലായി ഉണ്ണിയപ്പത്തിന്റെ ബിസിനസ് തുടങ്ങാൻ പോകണ്ടല്ലോ. അപ്പൊ ലൈസൻസ് എടുക്കണതിന്റെ പിന്നാലെ ഞാൻ കുറെ കാര്യങ്ങളുടെ പിന്നാലെ ഒരുമിച്ച് പോണത് കാരണം എനിക്ക് സമയമില്ല പോവാൻ. അപ്പൊ ലൈസൻസ് ഇനിയിപ്പോ ഒരാഴ്ച കൊണ്ട് കിട്ടും. അപ്പൊ സാറ് പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഇടണം ആദ്യം. ഇപ്പൊ ഞാൻ കുറെ പലഹാരങ്ങളുടെ പ്ലേറ്റുകളൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് അറിയണ ഒരു സ്റ്റുഡിയോയിലത്തെ ഒരു കുട്ടീണ്ട്, അവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്റെ ഫോട്ടോ അതൊക്കെ കൂടിയിട്ട് ഒന്നിച്ചാക്കി തരാൻ പറയും, ആഡ് ചെയ്തിട്ട്, എന്നിട്ട് സ്റ്റാറ്റസ് ഇടണം. അപ്പൊ എങ്ങനെ അതൊക്കെ വിജയിക്കണം. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരണം. അതുകൊണ്ട് ആ ബിസിനസ് കൊണ്ട് റെഡിയാവും എന്നുള്ള വിശ്വാസം. വെരി ഗുഡ്, വെരി റെഡി ഗുഡ്. ആക്കണം എന്നുണ്ട്. താങ്ക് യു, ഒരുപാട് നന്ദി. ഏതായാലും രാധയുടെ കൂടെ ദിനേശും കൂടി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എല്ലാം ശരിയാവും. അതെ, ശരിയാണ്. ആ വാല് കളയാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ആ വാല് എപ്പോഴും വെച്ചും കൊണ്ടേ നടക്കൂ. അയ്യോ, വെരി ശരി ഗുഡ്. ഇത് ശരി, താങ്ക് യു. അത് പറയുമ്പോ താങ്ക് യു സാർ, താങ്ക് യു സാർ. ആൾക്കാരെ കമന്റ് കൂടി കാണിക്കണേ. ഇത് തന്നെയാണ് എന്റെയും അവസ്ഥ. ഇത്ര നിഷ്കളങ്കമായ വാക്കുകൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്. ഇപ്പൊ ടൈം 10:10, ഡിവൈൻ ടൈം 10:10. എന്നെ അതിന്റെ ഇടയിൽ പറഞ്ഞ സർക്കാർ ജീവനക്കാരെല്ലാം മാറി. സന്തോഷം, സർക്കാർ ജീവനക്കാരെല്ലാം മാറി. KSEB ആയിട്ട് ഇന്ന് എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതും നാട്ടിലെത്തുമ്പോൾ ശരിയാവട്ടെ, ഇതുപോലെ ശരിയാവട്ടെ. സത്യം പറയുന്നത് എനിക്കും അനുഭവമുണ്ട്. അക്ഷരം പ്രതി സത്യം. ഇതൊക്കെ ഓരോ ആളും ഇങ്ങനെ നിങ്ങളുടെ വാക്ക് കേട്ട് ഇവിടെ കമന്റ് ചെയ്യുന്നുണ്ട്. സന്തോഷം. ഇനി അടുത്ത ആളും കൂടി പറഞ്ഞു. സന്തോഷം. സാറേ, എനിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു സാർ. ഒത്തിരി, ഒരുപാട്. വെച്ചാല് ഞാൻ ഒറ്റപ്പെട്ടൊരു, സാറിന് അറിയാമല്ലോ, ഞാൻ എനിക്കിപ്പോഴും ഇന്ന് ഓർത്താൽ എനിക്ക് അപ്പം ലതാബി കരയാൻ വരും. സംസാരിക്കുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് ഇങ്ങനെ രാവിലെ ഇങ്ങനെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓർത്തു. ഞാൻ ആദ്യം നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ എന്നോട് സംസാരിക്കാൻ വന്ന ആ വ്യക്തിയും ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ജസ്റ്റ് അത് ഞാൻ മനസ്സിലാച്ചു. നിങ്ങളുടെ വിഷയങ്ങളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ നിങ്ങളിൽ വന്ന മാറ്റം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ചു പോയി. സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ആ വിഷയങ്ങൾ അവിടെ തന്നെ ഉണ്ട്, അതെനിക്കറിയാം. എന്നാലും പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോ എനിക്ക് കരയാൻ വരും. അതുപോലെ എനിക്ക് എന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വിങ്ങലുണ്ട്. എങ്കിലും ഞാൻ ഒരുപാട് പോസിറ്റീവാ. എല്ലാവരും ആരെന്ത് പറഞ്ഞാലും തിരിച്ച് മറുപടി പറയാതെ എല്ലാം കണ്ടും കൊണ്ടും കേട്ടുകൊണ്ടും നിൽക്കാനും അങ്ങനെയൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാം ക്ഷമിക്കാനും ആരെടുത്തും ഒരു വിരോധം ഇല്ല. എന്റെ മനസ്സിൽ ഒരു വിരോധവും ഞാൻ കൊണ്ടു നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ചില സംഭവങ്ങൾ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെങ്കിലും ഏത് വഴിക്കായാലും ഈ കേസിന്റെ കാര്യങ്ങളായാലും വക്കീലിന് പൈസ കൊടുക്കുന്നതായാലും ഇന്നിപ്പോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നാലും എവിടുന്നെങ്കിലും ഒക്കെ എനിക്ക് അത് ശരിയായി വരും. അങ്ങനെയൊക്കെ ഒത്തിരി ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്താ പറയാന്ന് എനിക്കറിയില്ല. എന്ത് പറയണോ, എന്താണ് ചെയ്യേണ്ട ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തിനോട് പറയുന്നു, സാറിനെ മനസ്സിൽ ഒരുപാട് ആരാധിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി ഒത്തിരി ഒത്തിരി. ഇത്രയും ഒരു മാറ്റം എനിക്ക് വന്നത് തന്നെ സാറിന്റെ കൂടെ കൂടിയിട്ടാ. ഇപ്പം 1 വർഷം ആവാറാവുന്നു ഞാനും വന്നിട്ട്. 9-10 മാസത്തോളമായി. അതിനുശേഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. 1 മാസം ഞാൻ ഒന്നും ചെയ്യാതെ മാറി നിന്നു, ആരെയും ഫേസ് ചെയ്യാതൊക്കെ ഇരുന്നു. ഇപ്പോഴും അങ്ങനത്തുള്ള സ്റ്റേജ് ഒന്നും ഇല്ല. ഇപ്പൊ എനിക്ക് ആരെടുത്തായാലും പോവാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് അപ്പൊ ഒരു ക്ഷീണമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് എന്റെ മനസ്സിന് ഞാൻ ഒത്തിരി ധൈര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ നല്ലതായിട്ട് തന്നെ വരുന്നുണ്ട്. എനിക്ക് ഇച്ചിരി വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെ എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ സെയിൽ മാത്രമേ ഉള്ളൂ നടക്കാത്തത്. നിങ്ങളുടെ എനർജി ഐ എം റിയലി അപ്രീഷിയേറ്റ് ഫോർ യുവർ എനർജി. നിങ്ങൾ ആ പോസിറ്റിവിറ്റീസ്, നിങ്ങൾ ആ ഒരു സറണ്ടറിങ്, അത് മാറ്റം വരും. അത് വരും. നിങ്ങൾ ഒന്ന് 1 by 1 ആയിട്ട് അതെങ്ങനെ ചെയ്ത് പോട്ടെ. അത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ കാര്യത്തിൽ പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്.
അതുകൊണ്ടാണ്. പുള്ളിയുടെ ഒരു വിവരവും ഇല്ല, ഒരു ഓക്കെ. വിവരവും ഇല്ല. എഗ്രിമെന്റ് എഴുതി മേടിച്ചിട്ട് ഒരു വിവരവും ഇല്ല. ഒരു ശരിയാണ്. നമ്മളെ പറ്റിക്കുക വല്ലതും ഓക്കെ. ചെയ്യുമെന്നൊരു പേടി. നിങ്ങൾ അധികം അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കണ്ട. നിങ്ങൾ അടുത്ത കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണൽ കാര്യം നോക്കും തൽക്കാലം കേട്ടോ. ഇനിയിപ്പോ നാളെയാണ് സാർ നമ്മൾ ഓക്കെ. ഇന്നാള് പറഞ്ഞ, ആ നാളത്തേക്ക് ആ വെച്ചേക്കാണ് മറ്റേ നമ്മള് പറഞ്ഞ പ്രശ്നം, ആ കേസിന്റെ. ആ ആ ഞാൻ അത് എന്റെ സൈഡിൽ നിന്ന് നാളത്തേക്കാണ്. ഞാൻ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാളെ 3 ഓക്കെ, മണിക്കാണ് അവര് ശരി. ഒത്തുതീർപ്പ് പറഞ്ഞിട്ടുണ്ട്. അജിത കുമാരി പറഞ്ഞു. ശരി സാർ, താങ്ക് യു സാർ, താങ്ക് യു. അജിത കുമാരി പറഞ്ഞോ? ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചിരിക്കണേ ഇല്ലേ? ഓക്കെ, പറഞ്ഞോ ശൈലജ, പറഞ്ഞോ. നമസ്കാരം സാർ. നമസ്കാരം. ഞാനൊരു 2 മാസം കൊണ്ടൊന്നും കേറുന്നില്ല ക്ലാസ്സിലൊന്നും, നാട്ടിലായിരുന്നു. ആ പിന്നെ ഇന്ന് ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ അടുത്ത് അന്ന് എനിക്ക് ഒത്തിരി ടെൻഷനുള്ള ഒരു ദിവസം, കഴിഞ്ഞ നവംബർ 17-ാം തീയതി ആയിരുന്നു സാറിനോട് ആദ്യമായി ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കിനി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു എന്നാ പിന്നെ എന്തിനാ എന്നെ കാണാൻ വന്നേ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് സന്തോഷത്തില് ഇന്ന് ഞാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു 10-30 ലക്ഷം രൂപയുടെ ബാധ്യത എനിക്കുണ്ടെന്ന് പറയുമ്പോ സാറ് ചോദിച്ചു ഗുജറാത്തിൽ ഫ്ലാറ്റ് ഉണ്ടോ? ഉണ്ട്. നാട്ടിൽ വീടുണ്ടോ? ഉണ്ട്. അപ്പോഴും എന്റെ മനസ്സിൽ എനിക്കൊന്നും ഇല്ല, ഞാൻ മോളെ പഠിപ്പിച്ചു, മോളെ കല്യാണം കഴിച്ചു, അപ്പൊ മറുവശത്ത് ഇത്രയും എനിക്ക് ഉണ്ടെന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. എനിക്ക് ഈ ബാധ്യത വന്നതിന്റെ ടെൻഷൻ മാത്രമായിരുന്നു എന്റെ ഇതില്. പിന്നെ അവിടുന്ന് ഞാൻ ഇങ്ങനെ കയറി ഇന്ന് ഞാൻ ഇങ്ങനെ ഒത്തിരി സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, ഫാമിലിയിലാണേലും ഒക്കെ. പിന്നെ എനിക്ക് എന്ന് വെച്ചാൽ സാറേ ജോലി അന്ന് ഞാൻ അത് VRS എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു 15 ലക്ഷം രൂപ തന്നു. അപ്പൊ നമ്മുടെ 30 ലക്ഷം ഒരു 8 ലക്ഷം ഒക്കെ പുറത്ത് കൊടുക്കാനുണ്ടായിരുന്നു. ആൾക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുത്തു. ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തിലാണ്. ഇനി നമ്മുടെ ഒരു 1-2 ചെറിയ ലോണുണ്ട്, അത് തീരും. പിന്നെ അവരെന്നെ ജോലിക്ക് തിരിച്ച് വിളിക്കാൻ ഓഗസ്റ്റ് കഴിഞ്ഞേ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഒരാഴ്ച ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഞാൻ അന്ന് നമ്മള് തൃശ്ശൂർ പ്രോഗ്രാമിന് അവിടെ വെച്ച് ഞാൻ എഴുതിയായിരുന്നു മെയ് 30-നുള്ളിൽ എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വന്നു. അന്ന് ആ സ്റ്റോണ് തന്ന് സാർ അവിടെ ചെയ്യിപ്പിച്ചപ്പം ഞാൻ സാറന്ന് തന്ന ബുക്കിനകത്ത് ഞാൻ എഴുതി 15-ാം തീയതിക്കുള്ളിൽ മെയ് 31-നുള്ളിൽ എനിക്ക് 15 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് എഴുതിയത്. അതെനിക്ക് 15 ലക്ഷം വന്നു. അപ്പൊ അത് കഴിഞ്ഞ് എനിക്കിതെല്ലാം ചെയ്തു. എനിക്ക് ഒത്തിരി ഹാപ്പിയായി. സാറിനെ അന്ന് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും പിന്നെ എന്നെ ഹസ്ബൻഡ് ഒന്നും പറയാറില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറയാം എനിക്ക് ക്ലാസ്സിലെല്ലാം കയറണം സാറുമായിട്ട്. ഞാൻ എന്നിട്ടാ പറഞ്ഞ സാറിനെ കാണാൻ വന്ന എല്ലാം ഹാപ്പിയായി എന്റെ ജീവിതം. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ നാട്ടിൽ നിന്ന് ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് വെറുതെ ഇരിക്കണ്ട, ഒരു ഓഫീസിൽ പോകാന്ന് കരുതി. സാലറി കുറവാ. ചെന്നപ്പോഴേ പറഞ്ഞു, അപ്പം പറഞ്ഞ് മാനേജർ എന്തോ സൗത്ത് ഇന്ത്യൻ മദ്രാസിയാണ്, തമിഴ്. അപ്പൊ അവിടെ പിള്ളേര് പറഞ്ഞു ഒരു മലയാളിയാണ് വന്ന് നിപ്പുണ്ട് ഇന്റർവ്യൂവിനെന്ന്. അപ്പോഴത്തന്നെ എന്നെ മലയാളിയാന്ന് പറഞ്ഞപ്പോഴേ വിളിച്ചു. ജോലി പിറ്റേന്ന് തന്നെ ഞാൻ 1-ാം തീയതി തൊട്ട് ജോയിൻ ചെയ്യാന്ന്. അപ്പൊ തിങ്കളാഴ്ച തൊട്ട് തന്നെ ഞാനങ്ങ് ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ ഓർത്തായിരുന്നു സാറേ ഞാൻ പോകുന്നില്ല. അപ്പൊ മാമിനോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു സാറുമായിട്ട് സംസാരിച്ച് നോക്ക്, എനിക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചൊരു ടിഫിൻ സർവീസ് തുടങ്ങിയാൽ എന്താന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കിട്ടിയപ്പോ ഞാൻ അങ്ങ് കയറി. സാലറി കുറവാ, 35,000 രൂപ നമുക്ക് സാലറി ഉണ്ടായിരുന്നു നേരത്തെ ചെയ്തിരുന്നിടത്ത്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോഴത്തെ പണി നമുക്ക് അറിയുന്നില്ല. എനിക്ക് അതുമായിട്ട് ഒരു ടച്ച് ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പൊ അവര് പണി പഠിക്കുന്നിടം വരെ ഒരു 15,000 രൂപയ്ക്കാണ് ഇപ്പൊ ഞാൻ കയറിയിരിക്കുന്നത്. എന്നാലും സാരമില്ല. അപ്പൊ കയറി. ഇനി ഇതിന്റെ സൈഡിൽ കൂടെ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്യട്ടോ സാറേ എന്ന് ചോദിക്കുമായിരുന്നു ഞാന് ടിഫിന്റെ. നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ സാർ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. നമുക്ക് ഒത്തിരി ടെൻഷൻ വരുമ്പോൾ നമ്മളെ ഒരാൾ കേൾക്കാനുള്ളതാണ് സാറേ ഏറ്റവും വലിയൊരു സന്തോഷം വരുന്നത്. അന്ന് സാറിന്റെ കാര്യങ്ങളൊക്കെ അന്ന് നിങ്ങൾ എന്നെ കാണാൻ വന്നതിന്റെ ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ മണ്ണും കൊണ്ടാ വന്നത് അവിടുന്ന് വന്നത്. അന്ന് ഒരിക്കലും നിങ്ങൾ ആദ്യം എന്നെ കാണാൻ വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊരു ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞല്ലേ. ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ മോളുടെ ഡെലിവറി എപ്പോഴാന്ന് നമുക്ക് അറിയുന്നില്ല.
ഡോക്ടർ 10-ാം തീയതി ഡേറ്റ് പറഞ്ഞു. അപ്പോഴും സാറ് പറഞ്ഞില്ലേ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ മോഡൽ ഡെലിവറി. ആ ഡെലിവറി പോലും ഒരു അതിശയം പോലെ. ആ 9-ാം തീയതി രാത്രി ഞാൻ സാറ് തന്ന ബ്ലാക്ക് സ്റ്റോൺ അവളുടെ കൈ കൊടുത്തു. അവളോട് പറഞ്ഞ് സ്റ്റോൺ പിടിച്ച് നാളെ നല്ല പോലെ പ്രാർത്ഥിക്കുമോ നാളെ നല്ല നോർമലായിട്ട് ഡെലിവറി ആവാനെ. അപ്പൊ അന്നേരം രാത്രി അവള് പറഞ്ഞത് ശരിക്കും ഒരു വൈബ്രേഷൻ എനിക്ക് ഉണ്ടായി അമ്മേ അത് പിടിച്ചോണ്ട് ഇങ്ങനെ കിടന്നപ്പോഴെന്ന്. അപ്പൊ രാവിലെ എനിക്കത് തന്നു. 10 മണിയായപ്പോ നമ്മളിലെ പിക്നിക്കിന് പോകുന്ന പോലെ എല്ലാം കെട്ടിപ്പിറക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ ചെന്നു. അവിടെ ചെന്നു ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ഇന്നില്ലെങ്കിൽ നാളെ കാണുമെന്ന്. അപ്പൊ നമ്മൾ കയറി അഡ്മിറ്റ് ആയി. അപ്പോഴും ഞാൻ ഈ സ്റ്റോൺ കൈ പിടിച്ചിട്ടുണ്ട്, അവളുടെ കൈ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. കയറി നമ്മൾ അവിടോട്ട് ഉച്ചയായപ്പം തന്നെ അവൾക്ക് പെയിൻ തുടങ്ങി. ആ സ്റ്റോണും പിടിച്ചോണ്ട് ഇച്ചിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അപ്പൊ തന്നെ പെയിൻ വന്നു. 7 മണിയായപ്പം പ്രസവിക്കുകയും ചെയ്തു. നോർമൽ ഡെലിവറി. വിചാരിച്ചതുപോലെ നമ്മൾ മനസ്സിൽ ഞാനൊരു ചിത്രം വരച്ചതുപോലെ ഒരു മോള് വേണമെന്നായിരുന്നു. ആ മൂത്തത് മോനായിരുന്നു. എല്ലാം ഒരു അത്ഭുതം പോലെ. അപ്പൊ സാറിനോട് ഇവിടുന്ന് മണ്ണ് വാരിക്കൊണ്ട് വരാൻ പറയുമ്പോ ഞാൻ ഓർക്കും എന്നെ അവിടെ എത്തിക്കാൻ എന്റെ പ്രപഞ്ചശക്തി സാറിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതായിരിക്കും, അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയതായിരിക്കും. എന്നിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ തനിയെ യാത്ര ചെയ്തിട്ടില്ല. മോൻ എന്നെ അവിടുന്ന് കാറിനകത്ത് കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വിട്ടു. അപ്പൊ ഞാൻ അവനോട് പറയാം എനിക്കറിയാം ഞാൻ പൊയ്ക്കോളാം. അവിടെ ശക്തൻ മാർക്കറ്റിന്റെ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ദൈവമേനി എങ്ങോട്ടാ പോണ്ട് ഇങ്ങനെ നോക്കുമ്പോ ഉണ്ട് കോട്ടയത്തിൽ നിന്നങ്ങാണ്ട് വന്ന ഒരു മാമ. അപ്പൊ എന്നെ കണ്ട ഉടനെ അയ്യോ ഗുജറാത്തിൽ നിന്ന് ശൈലജ മാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഞാൻ അവിടെ എത്തിയത്. ഓക്കെ സാർ, താങ്ക് യു. പറയുന്നത് വളരെ അത് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണ്. വരുന്നത് നിങ്ങളെ നമുക്ക് അത്ര നേരം സംസാരിക്കാൻ പറ്റിയ അവിടെ നമുക്ക് വളരെ ലിമിറ്റഡ് സമയം സംസാരിക്കാൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊക്കെ നമുക്ക് അത്രയല്ലേ നമുക്ക് ഒരു ലൈവ് പ്രോഗ്രാമിൽ കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ കാലിക്കറ്റ് പ്രോഗ്രാമിൽ ഞാനിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ സമയം, കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂല, പക്ഷെ അത്രയും നമുക്ക് സമയം തികയില്ല. പക്ഷെ നിങ്ങളെ എനിക്ക് മുമ്പേ അറിയുമെങ്കിൽ ഇപ്പൊ ശൈലജയൊക്കെ വന്നപ്പോൾ ശൈലജ ഓൾറെഡി എന്നോട് സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ കാര്യം പറയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എനർജി അവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് പ്രോഗ്രാമിൽ വരുന്നവരോട് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾക്ക് വലിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മുമ്പേ ഒന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് സംസാരിക്കാൻ പറ്റും നോക്കി. ഇനിയിപ്പോ ഒരാഴ്ച ഉള്ളു സമയം പറ്റുമെങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് കുറേ നേരം സംസാരിക്കാൻ പറ്റൂല, നമുക്ക് സമയം തികയില്ല. 100-200 ആൾക്കാരൊക്കെ 5 മിനിറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇത്ര സമയമാവും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആരും. എപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരാൾ പറഞ്ഞത് ഞാനുണ്ടല്ലോ ഇവിടെ എന്നുള്ള അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ടാൽ അത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഓണസദ്യയൊക്കെ കഴിക്കാനുള്ള ഒന്നിച്ചിരുന്നിട്ട് പിന്നെ ഓണപ്പുടവയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാറുണ്ട്, ചെയ്തിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ പലരും ബുക്ക് ചെയ്യാതെ ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കോഴിക്കോട് പ്രോഗ്രാമിന്. കാരണം ബുക്കിംഗ് എല്ലാവരും പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. എന്നിട്ട് സീറ്റ് കൺഫേം ആക്കുക. അവസാനം സീറ്റ് കിട്ടി പിറകിലൊക്കെ വന്നിരുന്നിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനേ പറ്റാത്തൊരവസ്ഥ ആയി പോകരുത്. അപ്പൊ നിങ്ങൾക്കത് സുഖമല്ല അവസ്ഥയാവും. അതുകൊണ്ട് കോഴിക്കോട് പ്രോഗ്രാം വരുന്നവരെല്ലാം ഇന്നും നാളെ തന്നെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് കൺഫേം ആക്കുക കേട്ടോ, എല്ലാവരും പോകുന്നവരൊക്കെ. പിന്നെ സ്റ്റോണിന്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. സ്റ്റോൺ നിങ്ങൾക്ക് വെറുതെ തന്നതുകൊണ്ട് കാര്യമില്ല. സ്റ്റോണിന് ആൾക്കാർ പേയ്മെന്റ് അയക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ പബ്ലിക്കിൽ ഒരു കിട്ടേണ്ട സാധനം അല്ല സ്റ്റോൺ. അങ്ങനെ കിട്ടിയതുകൊണ്ട് ഒരു മിനിറ്റ്, എന്താ ചെയ്യുന്നേ? സ്റ്റോണ് പബ്ലിക്കിൽ അങ്ങനെ കിട്ടിയ എക്കോ അടിക്കണ്ടോ? പബ്ലിക്കിലേക്ക് കിട്ടിയത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങള് അന്ന് വന്ന് വാങ്ങിക്കുമ്പോഴേ ശരിക്കും നിങ്ങൾക്ക് ആ സ്റ്റോൺ ഉപയോഗിക്കുമ്പോഴുള്ള വൈബ്രേഷൻ മനസ്സിലാവുള്ളൂ. അത് കയ്യിൽ പിടിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ട്, അതൊക്കെ ശരിക്കും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്റ്റോൺ മേടിക്കുന്നവർ അവിടെ വന്നിട്ട് തന്നെ മേടിക്കാൻ ശ്രമിക്കുക, മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുക. സ്റ്റോണിന് നല്ല ശക്തിയാ സാറേ. സ്റ്റോണ് ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു പല്ല് ശരിക്കും എനിക്ക് പണ്ടൊരു തലവേദന വരുമ്പോ ശരിക്കും പല്ല് കുലുങ്ങും, എന്നിട്ട് തന്നെ ഉറയ്ക്കുമായിരുന്നു. ഇപ്പൊ എന്നിട്ട് 2 പല്ലിന്റെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഈ ഫ്രണ്ടിലത്തെ ഒരു പല്ല് ശരിക്കും നല്ല കുലുങ്ങായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്റ്റോണ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. സത്യം പിറ്റേന്ന് രാവിലെ ആയപ്പോ അത്ഭുതം, ആ പല്ല് അവിടെ ഇളകിയിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ അത് ഉറച്ചു. അത്രയ്ക്ക് ശക്തിയാ സ്റ്റോണിന്. താങ്ക് യു. അടുത്ത ആരും ഉണ്ടോ? ഇല്ലെങ്കിൽ നിർത്താം, നമുക്ക് കുറെ സമയമില്ലേ? സാർ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. അതെ, ഞാൻ സാറിന്റെ ഒരു യൂട്യൂബ് ക്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. സാറിന്റെ കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ 2-3 മാസം ആവണേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ അതില് ഒരു എന്താ പറയാ 5 മണിക്ക് മുമ്പ് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് 520 നമ്പറൊക്കെ എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ട്. ഹലോ, എന്താണ് 520 നമ്പറൊക്കെ എഴുതി വെക്കണത്?
ആ 5 മണിക്ക് മുമ്പ് 5 മണിക്ക് മുമ്പ് 21 പ്രാവശ്യം എഴുതാന്ന് പറഞ്ഞിട്ട്. ഉം. അപ്പൊ 5 മണിക്ക് മുമ്പ് അത് എഴുതി തീരണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കുറേ മണിക്കൂർ എഴുതേണ്ട സാധനമൊന്നും അല്ലല്ലോ അത്. ഇല്ല, ഞാൻ പക്ഷേ എന്റെ ഇപ്പൊ ഒരു 4:30 ഒക്കെ കഴിഞ്ഞു. അപ്പൊ എഴുതി തുടങ്ങി വന്നപ്പോ ഒരു 5:10 ആയി അത് കഴിഞ്ഞപ്പോ. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ആ കുഴപ്പമില്ല. പിന്നെ ഞാൻ സ്റ്റോൺ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ എനിക്ക് എത്ര കുറേ സമയം എഴുതാൻ എന്താ ഉള്ളത്? ഇല്ല, അത് ഞാൻ ഈ 3 ദിവസത്തിനകത്തും ഇത്ര രൂപ നേടുന്നു, ഈ പണം എനിക്ക് എവിടെ നിന്ന്, അത് മുഴുവൻ ഉണ്ടല്ലോ എഴുതാനായിട്ട്. അത് 21 തവണ എത്ര തവണ എഴുതി? 15 തവണ. 21 തവണ. കുഴപ്പമില്ല, തുടങ്ങിയല്ലോ, ഒന്നും അങ്ങനെ വിഷയമൊന്നുമില്ല. ടൈം പിന്നെ നോക്കൂ. ഞാന് ഓക്കെ, ഇതിനെപ്പറ്റി ഞാൻ മറ്റൊരു രൂപത്തിൽ പറയാം. ഈ ടൈം എന്താണ് യഥാർത്ഥത്തിൽ സമയം എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഇപ്പൊ പറഞ്ഞ് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവില്ല അത്. ഓക്കെ, ഈ ഓക്കെ പോട്ടെ. അടുത്ത കാര്യമുണ്ടോ? നിർത്താണ്. അല്ല, ഞാൻ ഒരു കാര്യം കൊണ്ട് സാറേ, ഞാന് സ്റ്റോണിന് വേണ്ടി പൈസ അയച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കോഴിക്കോട് വരാനൊന്നും പറ്റില്ല. എനിക്ക് കുറെ പ്രോബ്ലം ഉണ്ട്. മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റോണ് നിങ്ങൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പൊ? സാറ് വേറൊരു ക്ലാസ്സിന് വേണ്ടി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കോഴിക്കോട് കഴിഞ്ഞിട്ട് വെക്കാട്ടോ. ഓക്കെ. സ്റ്റോൺ എന്തായാലും ഞാനിപ്പോ അയക്കുന്നതിന് മുമ്പ് ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ 9-10 തീയതി നാട്ടിലെത്തും. വന്നതിന് ശേഷം നാട്ടിലെ സ്റ്റോണുകൾ ഓരോ ആൾക്കും വേണ്ടി മാറ്റി വെച്ച് ഓരോ ആളുടെയും പ്രോഗ്രാം ചെയ്തിട്ട് കോഴിക്കോട് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ചെയ്യാം. കാരണം ഓരോ സ്റ്റോണും എന്താ വ്യത്യാസം? ഓരോ സ്റ്റോണും ഞാൻ എടുത്തിട്ട് ഓരോ ആൾക്ക് വേണ്ടി ഹീൽ ചെയ്യണം. സിംഗിൾ ആയിട്ട് ഹീൽ ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ കോഴിക്കോട് വരികയാണെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ആളെയും അടുത്ത് അവിടെ എന്റെ മുമ്പിൽ കാണുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓരോ ആളുടെ എന്റെ മുമ്പിൽ, എന്റെ കൺമുമ്പിൽ അവരെ കാണുന്നുണ്ട്. ഞാൻ തന്നെ നേരിട്ട് കൊടുക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ടുള്ള ഇതാണ്. മറ്റത് കുറച്ച് സമയം എടുക്കും, ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്. അടുത്ത ആള് പറഞ്ഞു. കാര്യം പറയട്ടെ സാറേ. പറഞ്ഞോ. കല്ലു അത് കല്ലിനെ രമണി സാറേ, ഇതുവരെ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല സാറേ. എനിക്ക് വരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ കോഴിക്കോട് വരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ട് എനിക്ക് വരണം. പക്ഷെ ഇതുവരെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി സമയം നീട്ടിത്തരണേ സാറേ, 2-3 ദിവസവും കൂടെ. നോക്കൂ, അവിടെ ഒരു വിഷയമുണ്ട് രമണി കല്ലുവാതിക്കൽ. നിങ്ങൾ നമ്മളെ നിയമം എങ്ങനെയാണ്? നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നിങ്ങൾ തൊട്ടടുത്ത് വേണ്ടി അതിനൊരു ആക്ഷൻ എടുത്താൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് പ്രകൃതി തത്വമാണ്. ഇത് ആർക്കും മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്നിനെ ആഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക, ബാക്കി ഓട്ടോമാറ്റിക് സംഭവിക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ നിയമം. നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കും, എന്നിട്ട് നമ്മൾ അവിടെ ഡൗട്ടും കൊണ്ടുവെക്കും. പറ്റുമോ എന്നെ കൊണ്ട്, സാധിക്കുമോ എന്നെ കൊണ്ട്, എല്ലാത്തിനും. ഞാൻ ഇതല്ല പറഞ്ഞേ, എല്ലാ കോമൺ ആയിട്ടുള്ള തത്വമാണ്. നമ്മളൊരു കാര്യത്തെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ അടുത്ത ഡൗട്ടും അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ഷൻ എടുക്കൂല, ഒരു ആക്ഷൻ എടുക്കൂല. അപ്പൊ അത് സംഭവിക്കില്ല. നിങ്ങൾ ആഗ്രഹിച്ചോ, ടേക്ക് സിമ്പിൾ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കുക, ദെൻ ബിലീവ് ഇറ്റ്, അതാ സംഭവിക്കും. ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക്, ലോ ഓഫ് അട്രാക്ഷൻ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി, ജീവിതത്തിൽ എല്ലാം മാറും. എനിക്ക് മനസ്സിലാവും, നല്ലോണം മനസ്സിലാവും. ഓക്കെ, ശരി സാറേ. താങ്ക് യു സാർ. ബാക്കിയൊക്കെ പ്രകൃതിക്ക് വിട്ടുകൊടുത്ത്, ദൈവത്തിന് വിട്ടുകൊടുത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കും. നിങ്ങൾക്ക് സമയമായിട്ടുണ്ടോ? നിങ്ങൾ വന്നോളൂ, നിങ്ങൾ കൊണ്ടുവരും. എനിക്ക് സമാധാനമായി. ഞാൻ വരും. ശരി, നന്ദി സാറേ. അടുത്ത ആള്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു സാറേ, ഞാന് ഈ സാറിന്റെ ഈ കോഴ്സിന് ചേർന്നത് ഗുരുപൗർണമി ദിവസമായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞോണ്ടാണ് സാറിനോട് സംസാരിച്ചത്. സാറ് എന്നോട് പറഞ്ഞ്, ഇനി ഒരു 3 മാസത്തെ കോഴ്സ് ഇപ്പം ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിന് ചേര് എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് ബാധ്യതകളും എന്റെ വീട്ടിൽ ഭയങ്കര ടെൻഷനും എല്ലായിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോഴാണ് സാറ് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഇനി ഇതുപോലെ ഒരു കോഴ്സ് ഉണ്ട്, അതിന് ചേര്, മെഡിറ്റേഷനും കൂടെ ചേര്. പിന്നെ ഞാൻ 2222 രൂപയുടെ ഒരു കോഴ്സിന് ചേർന്നത്, അത് ലോ ഓഫ് അട്രാക്ഷന്റെ. അതും ഞാനിപ്പം കാണുന്നുണ്ട്. ഞാൻ അതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ഞാൻ 111 ടെക്നിക്ക്, അത് ഞാൻ കഴിഞ്ഞ ദിവസം ആ ക്ലാസ് കണ്ടിട്ട് ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ബാധ്യതകളുണ്ട്. ഒരാൾ ഞങ്ങൾക്ക് ചിട്ടിക്ക് പൈസ കൊടുത്തത് ഒരു 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ആ പൈസ തന്നിട്ടില്ല. അതിനൊരു രേഖയില്ലാതെ
കിടക്കുക, നമുക്കത് തരുന്നതേ ഇല്ല. പുള്ളി ഉം. ഇവിടുന്ന് അങ്ങ് പോയി, എവിടെ പോയി, അവരുടെ അമ്മ വിളിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ട് തരണമെന്നുണ്ട് മോളെ, എന്തോ ചെയ്യാനാ, അവനെ ഒന്നും പറയുന്നില്ല എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഉം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ 111 ഇതിന്റെ സാറിൽ പറഞ്ഞു ഇതുപോലെ തന്നെ എഴുതി വെച്ചു. ഇന്ന് അത് 3-ാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്ന് രാവിലെ എന്നോട് ഒരാൾ വന്ന് പറയുന്നു, ആ പയ്യൻ വന്നിട്ടുണ്ട്, പൈസ കിട്ടുമോന്നൊന്നും അറിയത്തില്ല, അപ്പൊ അവിടെ വരെ നിങ്ങളൊന്ന് പോയി നോക്കൂ എന്നോട് പറഞ്ഞു. ഞാൻ എന്റെ ഉം. ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അവിടെ വരെ ഒന്ന് പോകാൻ ചേട്ടാന്ന് പറഞ്ഞു ഈ പോയിട്ടൊന്നും ഒരു പ്രയോജനമില്ല, നമ്മൾ ഒരുപാട് പോയതല്ലേ, അവന്റെ കയ്യിൽ ഒന്നുമില്ല നമുക്ക് തരാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇത്രയും പൈസ കിട്ടാനുണ്ട്, നമ്മൾ ഇത്രയും ബാധ്യതകളുടെ ഇടയ്ക്ക് കിടക്കുക, നമുക്കൊന്ന് വെറുതെ പോകാം ഉം. എന്ന് പറഞ്ഞു. ഞാൻ ഇത് എഴുതുന്നുണ്ട്, എനിക്കൊരു മനസ്സിനൊരു നല്ല ഒരു ഇതുണ്ട്. കാരണം ഞാൻ ഇനി ഇത് എന്റെ മനസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് പൈസയെങ്കിലും അവൻ തരും എന്നെനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഹസ്ബൻഡിന് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. ചെല്ലുവാണെങ്കിൽ രാവിലെ തന്നെ ചെല്ലണം. കാരണം എന്താന്ന് ചോദിച്ചാൽ അത് കഴിയുമ്പോൾ ഇവന് അവിടെ കാണത്തില്ല. ഉം. എനിക്ക് പിന്നെ ഇത് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സാറേ, അത് കിട്ടും എന്നാണ് ഞാൻ എഴുതുന്നത്. ഞാൻ എഴുതി വെക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ടെസ്റ്റ് ഇത് എഴുതി വെച്ചേക്കുന്നത് ഞങ്ങളുടെ ചിട്ടിക്ക് വേണ്ടി കൊടുത്ത പൈസ ആഗസ്റ്റ് 15-ാം തീയതി എനിക്ക് തിരിച്ചു കിട്ടി, അതിന് ഞാൻ നന്ദി പറയുന്നു, നന്ദി എന്നാണ് ഞാൻ എഴുതി വെക്കുന്നതല്ല. ഉം. അതുകൊണ്ട് എനിക്കത് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും ഞാൻ സാറിനോട് അങ്ങ് പറയാം. പിന്നെ വേറൊരു കാര്യം, ഒരു എന്റെ മിനിറ്റ് ഭർത്താവാണ് എന്തോ പറഞ്ഞു. അവിടെ ഒരു കാര്യം കൂടി എഴുതണേ. ആക്ച്വലി അവന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ തരാത്തത്, അല്ല പറ്റിച്ചല്ലോ. പറ്റിച്ചതല്ല, പൈസ ഇല്ല എന്ന് പറയുന്നു. പിന്നെ അവന്റെ വൈഫിന്റെ പേരിലോട്ട് ഈ ചിട്ടിയുടെ എല്ലാം പൈസ അങ്ങ് ആക്കിയതായിരുന്നു. അവരാണ് ഇപ്പൊ ആർക്കും കൊടുക്കാത്ത. ഒരുപാട് പേര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ പ്രശ്നങ്ങളാണ് അവരുടെ വീട്ടിൽ. അവരുടെ അമ്മ പറയുന്നു എനിക്കിത് കൊടുക്കണമെന്നുണ്ട്, മോളെ എനിക്ക് ഒരു നിവർത്തിയുമില്ല, ഞാൻ എന്താ ചെയ്യുന്നത്. അവന്റെ കയ്യിൽ ഇല്ല. അവന് കുറെ വണ്ടി എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇപ്പൊ അവന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ അവന്റെ വൈഫ് പറയുന്നത് എന്താണ്, ഞാൻ മേടിച്ചിട്ടില്ല, പിന്നെ നിങ്ങളോട് ഞാൻ മേടിച്ചിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ല അതൊക്കെ ഇപ്പൊ അവന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ തരാത്തത്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, എഴുതുമ്പോ അവനും കൂടി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കോളൂ. അവൻ അഭിവൃദ്ധി ഉണ്ടായാലും കിട്ടുമല്ലോ നമുക്ക്. ഓക്കെ, അതെങ്ങനെ എഴുതണം സാറേ? അവന് കൂടി എഴുതിയാൽ മതി, ഇന്ന ആൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും അതിൽ നിന്നും എനിക്ക് എന്നിലേക്ക് വരാനുള്ള പണം അവൻ തരികയും ചെയ്തതിന് നന്ദി എഴുതി. അങ്ങനെ എഴുതാം. അവന് അഭിവൃദ്ധി ഉണ്ടാവുകയും ആ അഭിവൃദ്ധിയിൽ നിന്നും എനിക്ക് ലഭിക്കാനുള്ള അവനിൽ നിന്നും എനിക്ക് ലഭിക്കാനുള്ള ആ തുക എന്നിലേക്ക് വന്നു ചേർന്നതിന് നന്ദി എന്ന് എഴുതി. അവരുടെ വീട് വിൽക്കാനിട്ടേക്കോ, പക്ഷെ ചോദിക്കുന്നത് വില കൂടുതലാണെന്നാ പറയുന്നത്. ശരി, ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്തോട്ടെ. എന്തായാലും ഗുണകരമായ മാറ്റം ഉണ്ടാവട്ടെ. സന്തോഷം. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാനിത് ആദ്യമായിട്ട് ഈ കോഴ്സിന് ചേർന്നതൊന്നും എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അങ്ങ് ചേർന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഞാൻ ഒരിടത്ത് മാറിയതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പൊ ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് മോളോട് ചോദിച്ചു, ഇത് എന്തുവാ നിന്റെ അമ്മ കാണിക്കുന്നത്, ഒന്ന് ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്ക്, അനക്കം വല്ലതും ഉണ്ടോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞേച്ച് ഞാനത് കേട്ടു. എനിക്കാണെങ്കിൽ അന്ന് ഹെഡ്സെറ്റ് ഒന്നും ഇല്ല. അപ്പൊ ഞാനത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ശക്തി ഇങ്ങനെ പിടിച്ചിരുന്നു. പക്ഷെ എനിക്ക് അന്ന് മെഡിറ്റേഷന്റെ ഒന്നും ആകുന്നില്ലായിരുന്നു. സാറിനോട് ഞാൻ പകരം സാറ് പറഞ്ഞു ഇനി ചേർന്നതല്ല ഉള്ളോ ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനൊരു ഹെഡ്സെറ്റ് ഉണ്ട്. അത് ഞാൻ ചെന്ന് 2-3 പ്രാവശ്യമൊക്കെ എടുത്തു. അത് ആരും എടുക്കുന്ന ഹസ്ബൻഡ് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ 2-3 പ്രാവശ്യമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതെനിക്കിങ്ങി തരും. എനിക്കിങ്ങി തന്നു. എനിക്കിപ്പോ അതിങ്ങി തരും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ദിവസം ഒന്നും അത് കണക്ട് ആകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്തൊന്ന് കയറുന്നതിന് വേണ്ടി അല്ലായിരുന്നോ അത് ഞാൻ ചോദിച്ചു, എനിക്കിപ്പോ അത് കണക്ട് ആകട്ടെ. എന്നെ വിളിച്ചുകൊണ്ട് ഉടനെ തന്നെ കടയിൽ പോയി എനിക്കൊരു ഹെഡ്സെറ്റ് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു MC റോഡിന്റെ സൈഡില് വണ്ടിയെല്ലാം പോകുന്നതിനൊക്കെ ഭയങ്കര ഡിസ്റ്റർബാണ്. ഞാൻ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം പുള്ളി ഇങ്ങോട്ടേക്ക് നേരെ കയറി വന്ന് അത് കഴിഞ്ഞ് കണ്ണ് തുറന്നെല്ലാം കഴിഞ്ഞിട്ട് ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതെന്തുവാ നിങ്ങൾ ഇങ്ങനെ വന്നോണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അതിനകത്ത് എന്റെ ശ്രദ്ധ പോയെന്ന് പറയാൻ ഈ ഒരു കാര്യം ചെയ്യും, അങ്ങനെ മുറിക്കകത്ത് കയറിയും ചെയ്യും, അവിടെ കാര്യം വരത്തില്ല, കഥവും അങ്ങ് അടച്ചിടും. അപ്പൊ ഒരു ശാന്തത, മറ്റെല്ലാം ഇപ്പൊ ഇത്രയും ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് എപ്പോഴും അങ്ങ് ടെൻഷനാണ്. അപ്പൊ വരുമ്പോഴെല്ലാം ദേഷ്യമാണ്.
എന്ത് പറയുമ്പോഴും നമ്മളോട് അങ്ങ് ദേഷ്യപ്പെടുക, എന്തെടുക്കുമ്പോഴും അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് 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 മാറ്റം വന്നിട്ട് എന്നാ എന്നോട് ദേഷ്യപ്പെടുന്നതില്ല. ഈയിടെ ഒരു ദിവസം ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ ഒന്നും അനങ്ങിയില്ല. അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നങ്ങളാകും. ഉച്ച പ്രശ്നമില്ല, ശാന്തമായിട്ട് അങ്ങ് പോയി. വെരി ഗുഡ്. ഇന്നും വന്നപ്പോ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുക അതിനകത്തിരുന്ന്, എന്നിട്ട് വന്ന് അനങ്ങാതെ തിണ്ണക്കിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ശരി, ചെല്ലുമ്പോൾ എന്നോട് ചോദിച്ചു താങ്ക് യു. മാറ്റം ഉണ്ടാവട്ടെ കഴിഞ്ഞൊന്ന് കേട്ടോ. ചോദിച്ചു. അങ്ങനെ നല്ല നല്ല മാറ്റങ്ങളിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും നന്നായി മാറിയിട്ട് വരും കേട്ടോ. ആ ചേട്ടന് നല്ലൊരു കയ്യടി എന്നാ പറയണേ. കാരണം അങ്ങനെ മാറ്റം, അങ്ങനെ എല്ലാവരും ലൈഫിലും അങ്ങനെ മാറ്റമുണ്ട്. ഞാനൊരു ദിവസം ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം ഫാമിലിയെ പറ്റിയിട്ട് തന്നെ ക്ലാസ് എടുക്കണം. ഫാമിലി എങ്ങനെയാണ് ശരിക്കും ഫാമിലി ലൈഫ്, ദാമ്പത്യം അല്ലെങ്കിൽ ഫാമിലി ലൈഫ് കൃത്യമായി പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കാറില്ല. അത് ഇനി തുടങ്ങുന്നുണ്ട് താമസിക്കുക. കാരണം വെച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സാറിന്റെ യൂട്യൂബിനകത്തെ 2 ക്ലാസ് ഞാൻ പുള്ളിയുടെ ഫോണിനകത്തോട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം അവിടെ പോയിരുന്നത് കാണുക. ഇങ്ങനൊന്നും ഒരു ക്ഷമയില്ലാത്ത ആളാ, ഒരു ക്ഷമയും. പക്ഷെ അതിരുന്നോണ്ട് കാണുന്നു. അത് കഴിഞ്ഞാൽ പിന്നെയാണ് എന്നോട് ഒന്നും പറയത്തില്ല, നീ ചെയ്തോ എന്നുള്ളതൊരു ഈ ഹെഡ്സെറ്റ് മേടിച്ചോണ്ട് തരുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇച്ചിരി ബാധ്യതകളുണ്ട്. ആ ഒരു ടെൻഷൻ ഇപ്പൊ ഞാൻ വന്നിട്ട് എന്നോട് പറയും എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാന്ന് പറയും. ഞാൻ പറയും ശരിയാകും. ഇതിനെക്കാട്ടി ടെൻഷൻ നമ്മൾ ഒരുപാട് അടിച്ചിട്ടില്ലായിരുന്നു. ഇതെല്ലാം നമ്മുടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നല്ല എല്ലാം ഓക്കെ, ഇനി കുറച്ച് അതാകും കുറക്കാട്ടോ. ശരിയായി. ലെങ്ത് ആ കുറക്കാം. ഇല്ലെങ്കിൽ എന്റെ ഇവിടുന്നൊക്കെ ഈ ആ വിശപ്പിന്റെ വിളികൾ വരുന്നുണ്ട്. സമയം കുറെ പോയി. ആ ഓക്കെ, പക്ഷെ അടുത്ത എനിക്കങ്ങ് ആൾക്കാർ. പറഞ്ഞു വന്നപ്പോ സാറിനോട് ഒത്തിരി അങ്ങ് പറയാൻ അങ്ങ് തോന്നുക. താങ്ക് യു സാർ, താങ്ക് യു. ഒരാൾ ഞാൻ എപ്പോഴും പറയാറില്ല, അതെ ശില്പ പറഞ്ഞു, ഒരാൾ മാറിയാൽ മതി, കുടുംബം മാറും. അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമുക്ക് സന്തോഷമുള്ളത്. ഓക്കെ, ഇനി ആരും ഉണ്ടോ, സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു കാര്യം കൂടി പറയാം. ഓക്കെ, കോഴിക്കോട് പ്രോഗ്രാം ബുക്ക് ചെയ്തില്ല. ഒരു സെക്കൻഡ് ഉണ്ട്, നിന്നെ വിളിച്ചിട്ടേ പോവുള്ളൂ. കോഴിക്കോട് പ്രോഗ്രാമിന് ബുക്ക് ചെയ്തില്ല എന്ന് പറയുന്ന ആൾക്കാര് കാശൊക്കെ വരും. നിങ്ങൾ ആക്ഷൻ എടുത്താലേ കാശ് വരുള്ളൂ. കാശ് വന്നിട്ടല്ല ആക്ഷൻ. ഞാൻ പണത്തെ പറ്റി പഠിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ്, പണം വരുന്നത് ആവശ്യത്തിന് മാത്രമാണ്. നിങ്ങൾ പണം വന്നിട്ടല്ല ആവശ്യം നേടുക, ആവശ്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പണം ഇവിടെ വരും. അതാണ് പണത്തിന്റെ തത്വം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾ കേട്ടോ. കൃത്യമായി അത് പറയാം. അപ്പൊ അത് ബുക്ക് ചെയ്ത് നോക്കൂ, വരും, സംഭവിക്കും കേട്ടോ. സംഭവിക്കും, ഒരു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇനി ആരും ഇല്ലല്ലോ. ഇനി ശില്പ സംസാരിച്ച് നിർത്തട്ടെ. സാറേ, വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിൽ 5 കാര്യം ചെയ്ത് അന്ന് 2 കാര്യം നടന്നല്ലോ. ഒരു കാര്യം നടന്നു. എനിക്ക് ഇന്ന് എനിക്ക് ചേർത്തലയ്ക്ക് ട്രാൻസ്ഫർ ആയി. അത് ആ ഒരു പോസ്റ്റിലേക്ക് 10-17 പേര് പിടിച്ച ഒരു പോസ്റ്റ് ആയിരുന്നു. കിട്ടുമെന്ന് ഒരു ഉറപ്പില്ലായിരുന്നു കിട്ടുമെന്ന്. പക്ഷെ അതെനിക്ക് ഞാൻ ഇന്ന് കിട്ടി. ഇത്തിരി നമ്മുടെ ക്ലാസ് എടുത്തോണ്ടിരുന്ന സമയത്ത് ആ ഓർഡർ വന്നത്. നാളെ ഞാൻ റിലീവ് ചെയ്യും, അവിടെ ജോയിൻ ചെയ്യും. ശില്പ, എന്തോ ദിസ് ഈസ് നോട്ട് സംതിങ്, ഇതൊരു മിറാക്കിൾ ആട്ടോ. ഞാൻ ഇന്ന് സത്യം, ഐ ഡോണ്ട് നോ റിയലി, ഐ ഡോണ്ട് നോ ദിസ് മാറ്റർ. ഇന്ന് ഈ ക്ലാസ്സിൽ തൊട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ശില്പയെ ഓർത്താണ്, ശില്പക്ക് ഒരു ട്രാൻസ്ഫറിന്റെ സമയമായല്ലോ എന്ന്. ഫസ്റ്റ് ശില്പ എന്നോട് പറഞ്ഞൊരു മാറ്റർ, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ്, നേരത്തെ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞ 50,000 ന്യൂസ് പറഞ്ഞില്ലേ, ലോട്ടറി അടിച്ചില്ലേ, അപ്പോഴേ എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ശില്പക്ക് ട്രാൻസ്ഫർ, ഒരു പ്രൊമോഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രൊമോഷൻ ശില്പക്ക് വരേണ്ട സമയമായല്ലോ, അതിന്റെ സമയം എപ്പോഴാ, ശില്പ അത് എപ്പോഴാ എന്നോട് ചോദിക്കുക എന്ന് ഞാൻ വിചാരിച്ച കാര്യമായിരുന്നു. ജോലിയിൽ ഒരു ചേഞ്ചസ്, ഒരു പ്രൊമോഷൻ, സത്യം ഇറ്റ്സ് എ സർപ്രൈസ് ഫോർ മീ. താങ്ക് യു സർ, താങ്ക് യു. സർപ്രൈസ്, വെരി ഗുഡ്. പ്രൊമോഷനും കൂടി ഉടനെ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനും കൂടി ഉണ്ടാവും. എനിക്കറിയില്ല നിങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത്, പക്ഷെ പ്രൊമോഷനോട് ഉണ്ടാവട്ടെ. ഇനി അടുത്ത ഹെഡ് ക്ലർക്കിലേക്കാണ്. അത് ചിലപ്പോ അടുത്ത വർഷമൊക്കെ ആവും എന്ന് പറയുന്നു. ഒരു മിറക്കിൾ സംഭവിക്കാതിരിക്കാൻ ഉള്ള സാഹചര്യം ഒന്നുമില്ല. ചിലപ്പോ ഡിസംബറിലും ആകാം. എനിക്ക് വർക്ക് ചെയ്ത് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. ശില്പക്ക് ഒരു പ്രൊമോഷന്റെ സമയം കൂടി ആയല്ലോ എന്ന്. എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പില്ലായിരുന്നു സാറേ. അത് ഞാൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിൽ എഴുതിയപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു കിട്ടുമെന്ന്. പിന്നീട് ആ പോസ്റ്റിലേക്ക് തിരുവനന്തപുരത്ത് തിരക്കിയ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാൻ വന്നത്, നിങ്ങൾ കുറെ ആൾക്കാർക്ക് ഇതുപോലെ ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ ലഭിക്കാത്തൊരവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. കുറെ ആൾക്കാർക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ലഭിക്കുന്നില്ല എന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനാണ് നമ്മള് കാരണം ഇതൊക്കെ നമുക്കുണ്ട്, പക്ഷെ എന്തോ ഒരു തടസ്സത്തിൽ വിട്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ എല്ലാം കറക്റ്റാണ്, വർക്ക് ചെയ്യുന്നതെല്ലാം കറക്റ്റ്, പക്ഷെ അവസാന നിമിഷം തട്ടിക്കളഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഇതിനുള്ള വഴിയാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കോഴ്സ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇപ്പോൾ മിറാക്കിൾ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ മിനിയാന്ന് പറഞ്ഞിരുന്നു, ആളെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഹൈക്കോടതിയിൽ കാലങ്ങളായിട്ട് കിടക്കുന്ന ഒരു കേസ്, ഒരു ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ അവര് പോലും ചിന്തിക്കാതെ ഓപ്പണായി വരികയും
ആ കേസ് ക്ലിയർ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയാ 40 കുട്ടികളെ വേണമെന്ന് പറഞ്ഞ് ട്യൂഷൻ സെന്ററിൽ 71 കുട്ടികളെ ഒരു മാസത്തിനകത്ത് നേടാൻ പറ്റിയ കേസുകൾ. അങ്ങനെ മിറാക്കിളുകൾ വല്ല അവർ പോലും ചിന്തിക്കാത്ത അവസ്ഥകളൊക്കെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഇതുപോലെ അങ്ങനെ ബ്ലോക്കുകളും വിഷയങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അപ്പോൾ ഇതുപോലെ ശില്പക്ക് വന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ശില്പ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശില്പ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളാണ്. ജേർണി ടു ഹാപ്പിനെസ് ശരിക്കും ആദ്യം ഒരു ദിവസം പോലും വിടാതെ പ്രാക്ടീസ് ചെയ്ത ആളാണ്. ഇപ്പോ കീ ടു ഹാപ്പിനെസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ അത്രയും നമ്മൾ ആ മൈൻഡിനെ അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ സംഭവം ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ശില്പക്കെല്ലാം മിറാക്കിൾ ഇങ്ങനെ ആരോ കൊണ്ടുവന്ന് കൊടുക്കുക ഒന്നുമല്ല. ശില്പ പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഇതിനു വേണ്ടി സമയം എടുത്ത് സന്തോഷപൂർവ്വം ഹാപ്പിനെസിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന, അല്ല നിങ്ങൾക്ക് ആർക്കും വേറെ ഒന്നും തോന്നണ്ട. അത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് നിൽക്കണേ. അപ്പോൾ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് മിറാക്കിൾ ചെയ്യാൻ പറ്റും. അതുപോലെ മിറാക്കിൾ മോർണിംഗിൽ വരുന്നവരൊന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഇല്ല. അവരൊന്നും മിണ്ടാതിരിക്കുകയാണ്. അവരൊക്കെ ആ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് മിറാക്കിൾ മോർണിംഗിലൊക്കെ ഒരു ചെറിയ കോഴ്സ് അല്ലാത്തൊരു ആക്ടിവിറ്റിയാണ്. അതൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന സാധനമാണ്. ഞാൻ ബ്രഹ്മമുഹൂർത്തത്തെ പറ്റി ക്ലാസ് എടുക്കാനാണ് നിന്ന് വിളിച്ചത്. നാളെ എടുക്കാം നമുക്ക് ആ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാനുള്ള ഗുണം എന്താണ്. ഈ മാറ്റങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞ ആൾക്കാരൊക്കെ ഏത് സമയത്ത് എഴുന്നേറ്റവരാണ് ഈ മാറ്റം പറഞ്ഞത്, അവരെങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ അതിന്റെ ബേസ് അറിയണം. ഇപ്പൊ ഈ പറഞ്ഞവരെല്ലാവരും ഇതിന്റെ പുറത്തെ തലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട്. ഇതിന്റെ അകത്തെ തലം, അതായത് അവരിലെ അകം ആരും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവർ അകത്തെ മാറ്റങ്ങളാണ് പുറത്തു വന്നത്. എനിക്ക് ഇപ്പൊ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ കിട്ടിയെന്നോ അല്ലെങ്കിൽ മാറ്റം ഉണ്ടായി, ഭർത്താവ് അങ്ങനെ ആയി, ഇതൊക്കെ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ പുറമെ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ അവരകത്ത് അവർ ചെയ്ത വർക്കിനെ ആണ് കാണേണ്ടത്. അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. ഒരു കൺഫ്യൂഷൻ സംശയമില്ല. അത് മാത്രമാണ് ജീവിതത്തിലെ അടിസ്ഥാന തത്വം. നമുക്ക് ഇതുപോലുള്ള കുറെ ഇങ്ങനെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ കോഴ്സുകളും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ കൂടെ നിൽക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് പറഞ്ഞേ ക്ലാസ് എന്നാ തുടങ്ങുന്നത്? ഏതാ ഏത് ക്ലാസ്സാ? ഈ ആഴ്ച ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ പുതിയ അനൗൺസ്മെന്റ് തരും. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് എല്ലാവരും സെറ്റ് ആകുമ്പോൾ തുടങ്ങും. ആദ്യം ആൾക്കാർ ജോയിൻ ആവണല്ലോ, എന്നിട്ടല്ലേ. എനിക്കൊന്ന് ഇന്ന് കോഴ്സ് അനൗൺസ് ചെയ്യും. ഇന്ന് പോസ്റ്റ് വരുന്നു, പ്രസിദ്ധ പോസ്റ്റ് ചെയ്യും. മോനെ ഉറങ്ങിയില്ലേടാ? പോയി ഉറങ്ങിക്കോ. സർ, ആ ഞാൻ ഹിപ്നോസിസ് ക്ലാസ്സിലെ ബീന പ്രമോദാണ്. ഓക്കെ, അറിയാം. എപ്പോഴാ സർ ഇനി ഉണ്ടാവുക ക്ലാസ്? ഞാൻ ഇന്ന് പറഞ്ഞല്ലോ നിങ്ങളോട്. എത്ര ആള് വന്നോടെ? തുടങ്ങാണ്. ഉടനെ തുടങ്ങും. നിങ്ങൾ റെഡി ആയിരുന്നോ? ഏത് നിമിഷവും റെഡി ആയിരുന്നോ? ഓക്കെ സർ, താങ്ക് യു. ഇന്ന് തന്നെ. ഓക്കെ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നേരത്തെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി കൺഫേം പറയാം. നമ്മൾ എവല്യൂഷൻ നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കൂടെ നിൽക്കാം. അതിന് എല്ലാ സ്പേസും ഇവിടെ ഉണ്ട്. കാരണം നിങ്ങൾ എത്ര അപ്ഡേറ്റ് ചെയ്യുന്ന അത്രയും അപ്ഡേഷൻ ഇവിടെ നടക്കും. ഹാപ്പിനെസ് മാസ്റ്ററി അതിന്റെ പ്രതിജ്ഞാബദ്ധയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചേർത്ത് പോവുകയാണ്. നമ്മള് ഇവിടെ സാമ്പത്തികപരമായിട്ട് ഒരു തരം ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റൊരു ഇതുമായിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇല്ല. ഞാൻ നിങ്ങളോട് ഫീസ് വാങ്ങിക്കുന്നത് കോഴ്സിന് മാത്രമേ ഫീസ് വാങ്ങിക്കുന്നുള്ളൂ. മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഇതിപ്പോ പബ്ലിക് ആണ് തന്നെ മെമ്പർഷിപ്പ് ആണ് ഉള്ളത്. എല്ലാം മെമ്പർഷിപ്പിലേക്ക് പോകും. അത് ചാരിറ്റി ചെയ്യുന്നത് വേറെ രൂപത്തിലാണ്. അല്ലാതെ അതിന് ചെയ്യൂ ഇതിന് ചെയ്യുന്ന ഒന്നും പറഞ്ഞ് നമ്മൾ ആരും വിളിക്കുകയോ പറയുകയോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അതിനെപ്പറ്റി ടെൻഷൻ എടുക്കുക. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു ഇറ്റ്. സോ ഇവിടെ ഞങ്ങൾ 2-3 അഡ്മിന്മാരും മാത്രമേ നിങ്ങളോട് കണക്ട് ചെയ്യാനുള്ളൂ. അത് ഞാൻ അവരുടെ പേരൊക്കെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്. പിന്നെ എൻ്റെ നമ്പർ എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 24/7 ആവശ്യമുള്ള കാര്യത്തിന് മാത്രം മെസ്സേജ് അയക്കുക. 10-15 വോയിസ് മെസ്സേജ് അയച്ചിട്ട് മറുപടി തരൂ സാറേ എന്ന് വെച്ചാൽ തരില്ല. നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മഞ്ജുലയുടെ മോന്റെ പേര് ഞാൻ വിട്ടുപോയടാ. അവനൊരു ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാനത് കണ്ടുവെങ്കിൽ ഞാനിതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് മറുപടി അയക്കാം. ആവശ്യമുള്ളവർക്ക് എന്നല്ല, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, 14 വോയിസ് മെസ്സേജ് ഇട്ടു. എന്നിട്ട് 14 വോയിസ് മെസ്സേജ് ഒരു മെസ്സേജ് 3 മിനിറ്റ് 4 മിനിറ്റ് ലെങ്ത്തുള്ള വോയിസ് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, കുറേ നേരം കഴിഞ്ഞിട്ട് എന്നോട് സാർ എന്തൊരു മനുഷ്യനാ, ഒരു മറുപടി പോലും പറഞ്ഞില്ലല്ലോ. എന്റെ ശരിയായ തനി സ്വഭാവം
അപ്പോഴാണ് പുറത്തെടുക്കുക. ഞാൻ പറയും തൽക്കാലം മറുപടി അറിയാൻ മനസ്സില്ല. നിങ്ങൾ എന്തെടുത്താലും ശരി ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം അത്രയും വോയിസ് മെസ്സേജ് നിങ്ങൾ എന്ത് തന്നെ സംഭവിച്ചോളൂ, ഇത് മുഴുവൻ കേൾക്കണമെങ്കിൽ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ സമയം നടക്കൂല. ഓഫീസ് പണിയിലിടയിൽ ഇത് മുഴുവൻ കേൾക്കുന്നതെല്ലാം എന്താണെന്നറിയോ? ഇന്നൊരാള് മെസ്സേജ്, ഞാൻ പറയാം, നിങ്ങൾ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നൊരാള് 8 മിസ് കോൾ അടിച്ചു എന്റെ വാട്സപ്പിൽ, നാട്ടിൽ നിന്ന് 8 മിസ് കോൾ അടിച്ചു. എന്താണെന്നറിയ വിഷയം? സാറേ എമർജൻസി ആയിട്ട് 3 ലക്ഷം രൂപ വേണം സാറ്, ഉടനെ എന്ന് സഹായിക്കണം. 3 ലക്ഷം രൂപ ഉടനെ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു 8 മിസ് കോൾ അടിച്ചു. എന്താ മറുപടി പറയണ്ടേ? പറയാൻ പറ്റുമോ? പറയാൻ പാടുണ്ടോ? അവരാവശ്യമാണ്, ശരിയാണ്, അതിന് നോക്കില്ല. പക്ഷെ അതൊന്നും പോസിബിൾ ആയ കാര്യമല്ല. ഞാൻ അതിനൊന്നും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം സമയം പോകും. ഇപ്പൊ എന്താണ്, നമ്മൾ പണ്ടൊരു കഥ പറഞ്ഞത്, പുലി വരുന്നേ എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. അവസാനം പുലി വരുമ്പോ നമ്മൾ മിണ്ടാതിരിക്കും, അല്ലേ? അതുകൊണ്ട് വളരെ ശുദ്ധമായി എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ. പിന്നെ അതുപോലെ തന്നെ അഡ്മിന്മാരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. പബ്ലിക്കായിട്ട് യൂട്യൂബിൽ നിൽക്കുന്ന എല്ലാവരും പറയാണ്, നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവർക്കും പ്രശ്നമുണ്ട്, അത് അഡ്മിനെ വിളിച്ചിട്ട് എന്റെ പ്രശ്നം ഇന്നതാണ് പെട്ടെന്ന് സൊല്യൂഷൻ താന്ന് പറഞ്ഞാൽ അഡ്മിന്മാർക്കൊന്നും തരാൻ പറ്റില്ല. അഡ്മിന്മാർ ജസ്റ്റ് നമ്മുടെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. അഡ്മിന്മാർ നിങ്ങൾക്ക് ഒരു യൂട്യൂബിൽ വീഡിയോ കാണുന്നില്ല, ഉടനെ അഡ്മിന്മാരെ വിളിക്കുക, എവിടെ പോയി വീഡിയോ? ഇതൊക്കെ അഡ്മിന്മാർക്ക് എങ്ങനെ പറയാൻ പറ്റും? അവർ നിങ്ങളെ പോലെ മനുഷ്യരല്ലേ. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കണം ദയവ് ചെയ്ത്. നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന, അല്ലെ, ഒരു ചാനലിൽ ഇവിടെ ക്ലാസ് ഇല്ലെങ്കിൽ മറ്റേ ചാനലുണ്ട്, അതുകൊണ്ട് എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് മിസ്യൂസ് ചെയ്യരുത്. നിങ്ങൾ ഹമ്പിളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും ഗുണമാണ്. ഞാൻ വീണ്ടും പോകണം, അല്ലെങ്കിൽ ഞാൻ എന്താക്കുന്ന ആഴ്ചയിൽ ഒരു വീഡിയോ ആക്കി നിർത്തിയിട്ട് പരിപാടി വൈൻഡപ്പ് ചെയ്ത് ഞാൻ എൻ്റെ മണിക്ക് പോകേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ നിൽക്കരുത്. എല്ലാവർക്കും നല്ല കോൺഷ്യസ് ആയിട്ട് നിൽക്കുക. മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതുപോലെ ഇതുപോലെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ വരിക, കാണുക, പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകത്തെ പറ്റി ഇപ്പൊ പറയാറില്ല, പുസ്തകം വാങ്ങിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെ? നമ്മുടെ 6 പുസ്തകങ്ങൾ നിലവിലുണ്ട്. വാങ്ങിക്കുക, വായിക്കുക. പുസ്തകം വാങ്ങിച്ചിട്ട് മാത്രം കാര്യമില്ല, വാങ്ങിച്ചിട്ട് അലിമാരയിൽ വെക്കാനാണ് നിങ്ങൾ വാങ്ങിക്കണ്ട. എന്റെ അലിമാരയിൽ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അലിമാരയിൽ വെക്കാൻ. ഇപ്പൊ നേരത്തെ രമാദേവി അമ്മയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലേ, ഇവിടെ വന്നിരിക്കുമ്പോൾ എടുത്ത് 2 പേജ് വായിക്കാൻ പറ്റും, 1 പേജ് വായിക്കാൻ പറ്റും, 1 പേജ്, 1 വരി വരിക്കാൻ പറ്റും, 1 വരി. സമയം കളയാതെ ഈ കഥ. അങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാം. വിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനോദയം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവണം. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു. വീണ്ടും 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 നിങ്ങളൊക്കെ അഭിവൃദ്ധിയിലേക്ക് ഉണ്ടാവട്ടെ. അപ്പോഴൊക്കെ എന്നെ കൂടെ ചേർത്തോളൂ, അപ്പൊ എനിക്കും അഭിവൃദ്ധി ഉണ്ടാവും. അപ്പൊ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വീണ്ടും പറയാം, യൂട്യൂബ് ചാനൽ കാണുന്നവര് ആ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതൊരിക്കലും മറക്കാതെ. ഫേസ്ബുക്കിൽ കാണുന്നവരും അതേ ബട്ടൺ, ഫോളോ ബട്ടൺ പ്രസ് ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. ഒന്നുമില്ലല്ലോ, ആർക്കും വേറെ യോഗ മെഡിറ്റേഷന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു, അല്ലെ? യോഗ മെഡിറ്റേഷൻ രാവിലെ എല്ലാ ദിവസവും മോർണിംഗ് 5 മണിക്ക് നമ്മുടെ യോഗ, അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ഉണ്ട്. ഈ മാസം ഇപ്പൊ 1-ാം തീയതി വീണ്ടും എന്താ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അഡ്മിനെ വിളിച്ച് യോഗയും മെഡിറ്റേഷൻ രണ്ടും കൂടി 999 രൂപയുള്ള ഏറ്റവും കുറഞ്ഞ ഫീസാണുള്ളത്. രാവിലെ ഉണ്ട്, വൈകിട്ടുണ്ട്, 2 നേരം. നിങ്ങൾക്ക് 2 നേരവും ചെയ്യാം, അല്ലെങ്കിൽ 1 നേരം ചെയ്യാം. വേണ്ടവർ ജോയിൻ ചെയ്യുക. യോഗ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫിന്. മെഡിറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് അത്രയും യോഗ ഇമ്പോർട്ടന്റ് ആണ്. ജീവിതത്തിൽ മാറ്റം ഉണ്ടാവാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാവുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു.